ഹലോ എവരി വൺ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. എൻ്റെ പേര് നിമ്മി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് അഡൾട്ടറേഷൻ ഓഫ് ഫുഡ്. ഫുഡിൻ്റെ അഡൾട്ടറേഷനെ പറ്റിയാണ്, അതായത് മായം ചേർക്കലിനെ പറ്റിയാണ്. ഓക്കെ, ഫുഡിൽ മായം ചേർക്കലിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്ക് ഫുഡ് അഡൾട്ടറേഷൻ എന്നും പറഞ്ഞ് നമ്മളുടെ സിലബസിൽ കിടപ്പുണ്ട്. അതായത് മെയിനായിട്ടും ബയോടെക്നോളജി മൈക്രോബയോളജിയിലും അതേപോലെ ബയോ കെമിസ്ട്രിയിലും ഈ രണ്ട് സെക്ഷനിലായിട്ട്, ഈ രണ്ട് മൊഡ്യൂൾസിലായിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് വരുന്നുണ്ട്. ഏതാണ്? ഫുഡ് അഡൾട്ടറേഷൻ. ഓക്കെ, സോ ഈ ഫുഡ് അഡൾട്ടറേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ടും 4 ടോപ്പിക്സ് ആണ് നമുക്ക് കവർ ചെയ്യാൻ വരുന്നത്. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ, അതായത് ഫുഡ് അഡൾട്ടറേഷൻ എന്നുള്ള സെക്ഷൻ്റെ അണ്ടറിൽ ഒന്നെന്ന് പറയുന്നത് എന്താണ് ഫുഡ് അഡൾട്ടറേഷൻ, എന്താണ് ഫുഡ് അഡൾട്ടറേഷൻ എന്നുള്ളത്. 2, അഡൾട്ടറന്റ് ഏതൊക്കെ, അതായത് ഈ അഡൾട്ടറേഷൻ കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ അഡൾട്ടറന്റ് എന്ന് വിളിക്കുന്നത്. സോ ഈ അഡൾട്ടറന്റ് ഏതൊക്കെയാണെന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് വരുന്നതാണ് ഡിറ്റക്ഷൻ, അതായത് ഫുഡിനകത്ത് ആ ഒരു അഡൾട്ടറന്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നത്, അതിനെയാണ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. സോ ഡിറ്റക്ഷൻ ഓഫ് ഫുഡ് അഡൾട്ടറന്റ് നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ, അതുവഴി, അതായത് ഫുഡ് അഡൾട്ടറേഷൻ വഴി നമുക്കുണ്ടാവുന്ന കണ്ടീഷൻ, ഹെൽത്ത് കണ്ടീഷൻസിനെ പറ്റിയും നമുക്ക് പഠിക്കാനുണ്ട്. ഈ 4 ടോപ്പിക്സ് ആണ് നമുക്ക് ഫുഡ് അഡൾട്ടറേഷൻ എന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഫുഡ് അഡൾട്ടറേഷൻ, ഫുഡ് അഡൾട്ടറന്റ്, ഡിറ്റക്ഷൻ ഓഫ് അഡൾട്ടറന്റ് ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് കോസ്ഡ് ബൈ അഡൾട്ടറന്റ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് മെയിനായിട്ടും ആ ഫുഡ് നല്ലതാണോ, ക്വാളിറ്റി ഉള്ളതാണോ, അത് കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടോ, ഈ കാര്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ? സോ ആ ഒരു ടെസ്റ്റ് നടത്തണമെങ്കിൽ നമുക്ക് ഇത് അറിഞ്ഞിരിക്കണം, അതായത് ആ അഡൾട്ടറന്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ? സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അധികം വന്നിട്ടില്ല. ഓക്കെ, അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ബട്ട് ഇപ്പം എന്താണ്, ഓരോന്നും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ അതേ മോഡലല്ല ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ വട്ടം നമുക്കൊരു ക്വസ്റ്റ്യൻ ഈ ഒരു സെക്ഷനിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് മെയിനായിട്ടും ഡിറ്റക്ഷനിൽ നിന്നായിരിക്കും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഡിറ്റക്ഷനിൽ നിന്നായിരിക്കും ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്താണ് ഫുഡ് അഡൾട്ടറേഷൻ എന്നുള്ളതൊന്ന് നോക്കാം അല്ലേ? സോ ഫുഡ് അഡൾട്ടറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡൾട്ടറേഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? ഫുഡിലേക്ക്, അതായത് നമ്മളുടെ ഒരു നോർമൽ ഫുഡിലേക്ക് നമ്മൾ എന്തെങ്കിലും, അതായത് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോസസ്സിങ് എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അഡിഷൻ ഓഫ് എനി സബ്സ്റ്റൻസ്, പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്ത് കൊടുക്കുന്നതിന്. അതേപോലെ ആ ഒരു ഫുഡിനകത്ത് നാച്ചുറലി കാണുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു ന്യൂട്രിയൻസ് ലൈക്ക് എന്തെങ്കിലും ഫാറ്റോ പ്രോട്ടീനോ, അല്ലെങ്കിൽ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു ന്യൂട്രിയൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിലീറ്റ് ചെയ്ത് കളയാണ്. അതായത് പ്രോസസ്സിങ് വഴി എളുപ്പത്തിൽ അതുണ്ടാവാൻ വേണ്ടി നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? അതിൽ നിന്ന് റിമൂവ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ രണ്ടിനെയും നമുക്ക് എന്തെന്ന് പറയാം? ഫുഡ് അഡൾട്ടറേഷൻ എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ദ അഡിഷൻ ഓഫ് എനി സബ്സ്റ്റൻസ് ടു ദ ഫുഡ് ഓർ റിമൂവൽ ഓഫ് എനി സബ്സ്റ്റൻസ് ഫ്രം ദ ഫുഡ്. ആൻഡ് ഈ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത്ര ക്വാളിറ്റി ഉള്ള സബ്സ്റ്റൻസ് ആയിരിക്കില്ല. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാഷ്യൂ നട്ട് എടുക്കുകയാണെങ്കിൽ അതെന്താണ്? പ്രീമിയം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അല്ലാത്തതും ഉണ്ട് അല്ലേ? അപ്പം പ്രീമിയം ക്വാളിറ്റി ഉള്ള കാഷ്യൂ നട്ട് യൂസ് ചെയ്യുന്നതിന് എന്തായിരിക്കും? ക്വാളിറ്റി ഓഫ് ദി ഫുഡ് ഇൻക്രീസ്ഡ് ആയിരിക്കും. സോ പ്രോഫിറ്റിന് വേണ്ടി ഇവരെന്ത് ചെയ്യും? ഈ പ്രീമിയം ആഡ് ചെയ്യാതെ ഈ തൊലിയൊക്കെ ഇരിക്കുന്ന കാഷ്യൂ നട്ടിനെ എടുത്ത് അതിനകത്തോട്ട് ആഡ് ചെയ്യും. സോ എന്ത് പറ്റും? ക്വാളിറ്റി ഓഫ് ദ ഫുഡ് എന്താണ്? ചേഞ്ച് ആയല്ലേ? ക്വാളിറ്റി കുറവായിരിക്കും. സോ ഇതേയാണ് നമ്മൾ അഡിഷൻ ഓഫ് അൺവാണ്ടഡ് സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത സബ്സ്റ്റൻസ് ആഡ് ചെയ്യുക. ഇപ്പം ഞാൻ കാഷ്യൂ നട്ടിൻ്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ ഫോർ എക്സാമ്പിൾ ഇപ്പം മഞ്ഞപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞപ്പൊടിക്കകത്ത് ഇപ്പന്മാർക്ക് എന്ത് ചെയ്യാം? കുറച്ച് മഞ്ഞ കളറ് കൂടെ ആഡ് ചെയ്ത് തരാം, അതായത് ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടി.
അല്ലെങ്കിൽ പഞ്ചസാര വാങ്ങുന്ന സമയത്ത് പഞ്ചസാര നമ്മൾ തൂക്കുമ്പോൾ തൂക്കിയല്ലേ വാങ്ങാം, 1 kg ഷുഗർ എന്നല്ലേ വാങ്ങാം. അപ്പോൾ എന്ത് ചെയ്യും, ആ കിലോ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ 1 kg ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, കുഞ്ഞു സ്റ്റോൺസ്, വൈറ്റ് കളർ സ്റ്റോൺസ് അതിനകത്ത് ഇട്ട് വെക്കും. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും, കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും, കുറച്ച് ആ സ്റ്റോൺസും കൂടെ ഇടും. അപ്പോഴത്തേക്കിന് അവർക്ക് പ്രോഫിറ്റ് ആയില്ലേ. അപ്പം അത്രയും കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതിയല്ലോ 1 kg ആവാൻ വേണ്ടി. സോ അതും എന്താണ്, ഒരു അഡൾട്ടറേഷൻ ആണ്. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡൾട്ടറേഷൻ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, പാലിൽ വെള്ളം ചേർക്കുന്നത്. അതെന്താ, ഒരു അഡൾട്ടറേഷൻ ആണ്. പാലിനകത്തോട്ട് വെള്ളം ഒഴിച്ചു വെക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്, പാലിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടി. ക്വാണ്ടിറ്റി അപ്പോൾ കൂടും, ബട്ട് എന്ത് പറ്റും, ക്വാളിറ്റി കുറയും. സോ ക്വാണ്ടിറ്റി കൂടാൻ വേണ്ടി ആയിരിക്കും നമ്മൾ കൂടുതലും, അല്ലെങ്കിൽ പ്രോസസ്സിങ് ഈസി ആക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ അൺവാണ്ടഡ് സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞ് ക്വാളിറ്റി ഓഫ് ദ മിൽക്ക് കുറയും, ബട്ട് ദ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, നോർമലി ഒരു 5 ലിറ്റർ പാലേ കാണത്തുള്ളൂ, ഒരു 5 ലിറ്റർ വെള്ളവും കൂടെ അല്ലെങ്കിൽ ഒരു 2 ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചാൽ 7 ലിറ്റർ ആയല്ലേ. അപ്പോൾ അവർക്ക് കൊണ്ടുപോയി വിൽക്കാം, 7 ലിറ്റർ പാലുണ്ട് എന്നും പറഞ്ഞ് കൊണ്ടുപോയി വിൽക്കാൻ പറ്റും. സോ ക്വാണ്ടിറ്റി ഓഫ് ദ ഫുഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം, ഈ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ അൺവാണ്ടഡ് സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇറ്റ് ഈസ് ദ അഡിഷൻ ഓർ ഡിലീഷൻ. ഓക്കെ, ആഡ് ചെയ്ത് കൊടുക്കുന്നു, അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ എന്ത് ചെയ്യാണ്, ചില സബ്സ്റ്റൻസ് ഫുഡിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നു. ഈ രണ്ടിനെയും നമുക്ക് എന്തിൽ ഇൻക്ലൂഡ് ചെയ്യാം, അഡൾട്ടറേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അഡൾട്ടറേഷൻ്റെ ആ ഡെഫിനിഷൻ ഒന്ന് നോക്കിയാലോ. It is the addition or deletion of any substance, ഏതെങ്കിലും substance to or from food. ആഡ് ചെയ്ത് കൊടുക്കുകയാണ് to the food or from the food so that the natural composition and the quality of the substance is affected. So quality of the food, അതേപോലെ ഫുഡിൻ്റെ നാച്ചുറൽ കോമ്പോസിഷനിലും എന്ത് സംഭവിക്കുകയാണ്, ചേഞ്ച് സംഭവിക്കുകയാണ്. സോ ഇതിനെയാണ് ഫുഡ് അഡൾട്ടറേഷൻ അല്ലെങ്കിൽ അഡൾട്ടറേഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. സോ അഡൾട്ടറേഷൻ ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് അഡൾട്ടറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അഡിഷൻ ഓർ ഡിലീഷൻ ഓഫ് എനി സബ്സ്റ്റൻസ് ടു ഓർ ഫ്രം ഫുഡ് സോ ദാറ്റ് ദ നാച്ചുറൽ കോമ്പോസിഷൻ ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സബ്സ്റ്റൻസ് ഈസ് അഫക്റ്റഡ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഫുഡിൻ്റെ നാച്ചുറൽ കോമ്പോസിഷനും അതേപോലെ അതിൻ്റെ ക്വാളിറ്റിയും എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്യാണ്, അഫക്റ്റ് ചെയ്യാണ് ബൈ ദ അഡിഷൻ ഓഫ് എനി സബ്സ്റ്റൻസ് ഓർ ത്രൂ ദ ഡിലീഷൻ ഓഫ് എനി സബ്സ്റ്റൻസ് ഫ്രം ദ ഫുഡ്. ഇതിനെയാണ് അഡൾട്ടറേഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി എന്ത് സബ്സ്റ്റൻസ് ആണോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏത് സബ്സ്റ്റൻസ് ആണോ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഫുഡ് അഡൾട്ടറൻസ് എന്ന് വിളിക്കുന്നത്. സോ ദ സബ്സ്റ്റൻസ് വിച്ച് ആർ ആഡഡ് ഓർ റിമൂവ്ഡ് ഫ്രം ദ ഫുഡ്, അതിനെയാണ് ഫുഡ് അഡൾട്ടറൻസ് എന്ന് വിളിക്കാം. സോ ദ സബ്സ്റ്റൻസ് വിച്ച് ആർ ആഡഡ് ടു ദ ഫുഡ് ഐറ്റം ഫോർ എക്കണോമിക് ആൻഡ് ടെക്നിക്കൽ ബെനിഫിറ്റ്സ്. നമ്മളുടെ എക്കണോമിക് ആൻഡ് ടെക്നിക്കൽ, മെയിനായിട്ടും പ്രോഫിറ്റിന് വേണ്ടിയാണ്. ഇപ്പോൾ പാലിനകത്ത് വെള്ളം ഒഴിക്കുന്നത് എന്തിനാണ്, പാല് ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങിച്ച് അത്രയും പൈസ കിട്ടാൻ വേണ്ടിയാണ്. സോ പ്രോഫിറ്റിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഫുഡിലേക്ക് നമ്മൾ അൺവാണ്ടഡ് സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിനെ എന്തെന്ന് വിളിക്കാം, ഫുഡ് അഡൾട്ടറൻറ്റ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ സിംപ്ലി എന്ത് പറയാം, അഡൾട്ടറേഷൻ കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ ഫുഡ് അഡൾട്ടറൻറ്റ് എന്ന് പറയാം. ഓക്കെ, പക്ഷെ ഇവർ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, ക്വാണ്ടിറ്റി കൂടും, പക്ഷെ എന്ത് പറ്റും, ക്വാളിറ്റി, ആ ഫുഡിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യും. ചില സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ്, ഇപ്പോൾ വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ചിലപ്പം നല്ല വെള്ളമല്ല നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ, അതായത് അത്ര പ്യൂരിഫൈ ചെയ്യാത്തൊരു വെള്ളമാണ് നമ്മൾ ഈ മിൽക്കിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ, എന്ത് സംഭവിക്കാം, അവിടെ കണ്ടാമിനേഷനും കോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഫുഡിൽ കണ്ടാമിനേഷനും കോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കൺസ്യൂം ചെയ്യാൻ അത് പറ്റില്ല. ഓക്കെ, സോ അതിനെയാണ് ഫുഡ് അഡൾട്ടറൻറ്റ് എന്ന് വിളിക്കുക. സോ ദ സബ്സ്റ്റൻസ് which are added to food item for economic and technical benefits. Economic and technical benefitsന് വേണ്ടി നമ്മൾ ഫുഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന സബ്സ്റ്റൻസിനെയാണ് ഫുഡ് അഡൾട്ടറൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുവഴി ചിലപ്പോൾ അത് ആഡ് ചെയ്തത് വഴി എന്ത് സംഭവിക്കാം, ഫുഡിൽ കണ്ടാമിനേഷൻ ഉണ്ടാവാം, അതുവഴി നമുക്കത് കഴിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോവാം. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഫുഡ് അഡൾട്ടറേഷൻ എന്താണെന്നും
ഫുഡ് അഡൾട്ടറന്റ് എന്താണെന്ന് ക്ലിയർ ആണല്ലോ. അഡൾട്ടറേഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, പല അൺവാണ്ടഡ് സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ എന്താണ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ്, ആ ഫുഡിനകത്തുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ റിമൂവും കൂടെ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഫുഡ് അഡൾട്ടറേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ആഡ് ചെയ്ത സാധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫുഡ് അഡൾട്ടറന്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം ഫുഡ് അഡൾട്ടറേഷനും ഫുഡ് അഡൾട്ടറന്റും എന്താണെന്ന് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് അഡൾട്ടറൻസിനെ നോക്കാം. അതായത് ഫുഡിനകത്ത് ഏതൊക്കെ ടൈപ്പ് അഡൾട്ടറൻ്റ് ആണ്, എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് ബെനഫിറ്റിന് വേണ്ടി, അതായത് നമ്മളുടെ ബെനഫിറ്റിന് പ്രോഫിറ്റിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ആ സബ്സ്റ്റൻസ് ഏതൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് പർപ്പസ് അനുസരിച്ച് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഇൻറ്റൻഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പർപ്പസ്ഫുള്ളി നമ്മൾ ആഡ് ചെയ്യാണ്, നമ്മളുടെ പ്രോഫിറ്റിന് വേണ്ടി പർപ്പസ്ഫുള്ളി നമ്മൾ ആ ഒരു സബ്സ്റ്റൻസ് ആ ഒരു ഫുഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻറ്റൻഷണൽ അഡൾട്ടറൻസ് എന്ന് വിളിക്കുന്നത്. ഇൻറ്റൻഷണൽ അഡൾട്ടറൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? പർപ്പസ്ഫുള്ളി നമ്മൾ ഫുഡിലേക്ക് ഒരു സാധനം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, പർപ്പസ്ഫുള്ളി ആണ് കേട്ടോ. അപ്പം ഇൻറ്റൻഷണൽ അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി, നമ്മൾ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പർപ്പസ്ഫുള്ളി, അതായത് നമ്മളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, പ്രോഫിറ്റിന് വേണ്ടി നമ്മളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന സബ്സ്റ്റൻസിനെയാണ് എന്തെന്ന് വിളിക്കുക? ഇൻറ്റൻഷണൽ അഡൾട്ടറന്റ് എന്ന് വിളിക്കാം. സോ ഇറ്റ് ഈസ് വെൻ ആൻ അഡൾട്ടറന്റ് ആർ പർപ്പസ്ഫുള്ളി എന്ത് ചെയ്യുന്നു? ആഡഡ് ടു ദ ഫുഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ദാറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഫുഡ് ഇൻക്രീസ്, ആ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുകയും നമുക്ക് അതുവഴി എന്താണ്, അപ്പോൾ ഒരു 5 കിലോ ഉള്ള അടുത്ത് 10 കിലോ ആവും ആ അഡൾട്ടറൻ്റ് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് 10 കിലോ സാധനം വിൽക്കാം. സോ അത്രയും പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയാണ്. സോ ഇതെന്താണ്? ഇൻറ്റൻഷനലി പർപ്പസ്ഫുള്ളി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്യുന്നത് വഴി എന്ത് സംഭവിക്കുകയാണ്? ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് ദ ഫുഡ് ഇൻക്രീസ് ചെയ്യുകയും അതുവഴി പ്രോഫിറ്റബിൾ ആവുകയും ചെയ്യാണ്. സോ എക്സാമ്പിൾസ് നോക്കാം. സാൻഡ്, അതേപോലെ മാർബിൾ ചിപ്സ്, സ്റ്റോൺസ്, മഡ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രെയിൻസിനകത്തൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ഷുഗറിനകത്ത് ആഡ് ചെയ്യും, പഞ്ചസാരക്കകത്ത് ആഡ് ചെയ്ത് കൊടുക്കും. പഞ്ചസാരയിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ക്വാണ്ടിറ്റി കൂടും, ക്വാണ്ടിറ്റി അങ്ങ് കൂടും, ക്വാളിറ്റി അങ്ങ് കുറയും. ഓക്കെ, ക്വാണ്ടിറ്റി അങ്ങ് കൂടി കിട്ടും. സോ സാൻഡ് ആഡ് ചെയ്യുന്നത്, മാർബിൾ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, സ്റ്റോൺസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പയറും കടലയൊക്കെ എടുക്കുമ്പോൾ അതിനകത്തുനിന്ന് എന്താണ്, ഒരു 100 ഗ്രാം പയർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 10-15 കല്ല് നമുക്ക് കിട്ടും അല്ലേ? സോ ആ കല്ലിൻ്റെ വെയിറ്റ് അതിനകത്ത് കൂട്ടും. സോ അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുന്നത് അവർ വിൽക്കുന്നത്. ഓക്കെ, സോ സാൻഡ്, മാർബിൾ ചിപ്സ്, സ്റ്റോൺസ്, മഡ്, പിന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫിൽസ്, അതായത് ചില ഫുഡ് ഐറ്റംസ് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് എന്താണ്, ഇൻസെക്ട്സ് ഒക്കെ ചത്ത് കിടക്കുന്നത് കാണാം. അതേപോലെ ടാൽക്ക് ആഡ് ചെയ്ത് കൊടുക്കും, ചോക്ക് പൗഡർ, പാലിനകത്തൊക്കെ ചോക്ക് പൗഡറും ടാൽക്കും ഒക്കെ ആഡ് ചെയ്യും. അതേപോലെ വൈറ്റ് ആയിട്ടിരിക്കുന്ന എല്ലാത്തിനകത്തും ടാൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ പാലിനകത്ത് എന്ത് ആഡ് ചെയ്യും? വെള്ളം ആഡ് ചെയ്യും, വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. ഓയിലിനകത്ത് മിനറൽ ഓയിൽസ് ആഡ് ചെയ്യും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഹാംഫുൾ കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇതിനകത്തൊക്കെ എന്താണ്, കളറും കൂടെ ആഡ് ചെയ്തിട്ടേക്കും. അപ്പോൾ ആ കളറും കിട്ടും നമുക്ക്. നല്ല കളറുള്ള മഞ്ഞപ്പൊടി, നല്ല കളറുള്ള മുളക് പൊടി നമുക്ക് കിട്ടും. പക്ഷെ അതെന്തായിരിക്കും? ചിലപ്പം അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും. അത് തന്നെ ഹാംഫുൾ ആയിട്ടുള്ള, ഫുഡ് സേഫ്റ്റി അല്ലാതെ അല്ലെങ്കിൽ ഫുഡിന് വേണ്ട ഉള്ള കളർ അല്ലാതെ വേറെ കളേഴ്സ് ആയിരിക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതെല്ലാം എന്തിൽ വരും? ഇൻറ്റൻഷണൽ അഡൾട്ടറൻറ്റിൽ വരും. സാൻഡ് ആഡ് ചെയ്യുന്നത്, മാർബിൾ ചിപ്സ് ആഡ് ചെയ്യുന്നത്, സ്റ്റോൺസ്. ആലോചിച്ചാൽ മതി, നമ്മളെ വീട്ടിലെ സാധനങ്ങൾ എടുത്ത് നോക്കുക. പയറ്, കടല, അതിനകത്തൊക്കെ എന്ത് കിടക്കും? കല്ലുകൾ കിടക്കും, മണ്ണുകൾ കിടക്കും. ഗ്രെയിൻസിനകത്തൊക്കെ ഇഷ്ടംപോലെ മണ്ണ് കിടക്കും. പിന്നെ ചോക്ക് പൗഡർ, വെള്ളം, പാലിനകത്ത് വെള്ളം ഒഴിക്കുന്നു. പിന്നെ ഓയിലിനകത്ത് മിനറൽ ഓയിൽസും കൂടെ മിക്സ് ചെയ്യുന്നു. കളറ്, മഞ്ഞപ്പൊടി, മുളക് പൊടി. അതേപോലെ നമ്മൾ സ്വീറ്റ്സ് ഒക്കെ വാങ്ങില്ലേ, കടയിൽ നിന്ന് സ്വീറ്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ എന്താണ്, പെർമിറ്റഡ് ആയിട്ടുള്ള കളർ അല്ലാതെ പ്രോഫിറ്റിന് വേണ്ടി അവർ വേറെ കളേഴ്സും ആഡ് ചെയ്യും, ഹാംഫുൾ ആയിട്ടുള്ള കളേഴ്സും ആഡ് ചെയ്യും. അപ്പോൾ ആ ഭയങ്കര കളറി ഇരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോൾ നമുക്ക് അട്രാക്റ്റീവ് ആണ് ആക്ച്വലി, അത് നമുക്ക് കഴിക്കാനൊക്കെ തോന്നും അതിൻ്റെ കളർ കാണുമ്പോൾ. പക്ഷെ അത് ഡേഞ്ചറസ് ആണ് നമുക്ക്. അതും ഒരു അഡൾട്ടറൻ്റ് ആയിട്ടുള്ള ഒരു
സ്വീറ്റ് ആണ് ആ ഇരിക്കുന്നത്. ഓക്കെ, പക്ഷെ അത് കാണുമ്പോഴായിരിക്കും നമുക്ക് ടെംപ്റ്റേഷൻ, ആ കളർ കാണുമ്പോൾ നമുക്ക് ടെംപ്റ്റേഷൻ വരും, നമ്മൾ വാങ്ങിച്ചങ്ങ് തിന്നും. അതാണ് അവർ എയിം ചെയ്യുന്നത്. അവർ എയിം ചെയ്യുന്നത് എന്താണ്? നമ്മൾ കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടിരിക്കുന്നു, നമ്മൾ അത് തന്നെ പോയി വാങ്ങും. ഇപ്പോൾ ഒരു ലഡു ആണെങ്കിൽ വൈറ്റ് കളർ നോർമലായിട്ടിരിക്കുന്ന ലഡുവും നല്ല ചുവന്ന കളർ ലഡു ഇരിക്കുന്ന കാണുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ആ ചുവന്ന കളറിലായിരിക്കും പോവുക. ചുവന്ന കളർ കാണുമ്പോൾ എല്ലാവരും അങ്ങോട്ടങ്ങ് പോകും, അത് വാങ്ങും. കാണുമ്പോഴേ നമുക്കിങ്ങനെ കൊതി വരും അല്ലേ? സോ അതാണ് അവർ എയിം ചെയ്യുന്നത്. ഇങ്ങനെ കളർ ആഡ് ചെയ്തിട്ട് വെക്കും, അപ്പോൾ നമ്മൾ അത് പോയി അങ്ങ് വാങ്ങും. അതും ഒരു അഡൾട്ടറേഷനാണ്. ഓക്കെ, സോ ഇൻറ്റൻഷണൽ, ഇതെല്ലാം ഇൻറ്റൻഷണൽ ആണ്. നമ്മളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തേക്കാണ് ആ കളർ. സോ ഇതെല്ലാം ഇൻറ്റൻഷണൽ അഡൾട്ടറൻറ്റിൻ്റെ അണ്ടറിൽ വരും കേട്ടോ. അപ്പം നമ്മൾ പർപ്പസ്ഫുള്ളി ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് ഇൻറ്റൻഷണൽ അഡൾട്ടറൻറ്റ് എന്ന് വിളിക്കുക. സാൻഡ്, മാർബിൾ ചിപ്സ്, സ്റ്റോൺസ്, മഡ്, ടോൾക്ക്, അതേപോലെ ചോക്ക് പൗഡർ, വാട്ടർ, മിനറൽ ഓയിൽ, പിന്നെ ഹാംഫുൾ ആയിട്ടുള്ള കളേഴ്സ്, ഇതെല്ലാം എന്തിൽ വരും? ഇൻറ്റൻഷണലിനകത്ത് വരും. ഇനി നമുക്ക് നോക്കാം അടുത്തത് ഇൻസിഡൻറ്റൽ. ഇൻസിഡൻറ്റൽ അല്ലെങ്കിൽ ആക്സിഡൻറ്റൽ എന്നും പറയാം കേട്ടോ. ആക്സിഡൻറ്റൽ അല്ലെങ്കിൽ ഇൻസിഡൻറ്റൽ. ഓക്കെ, ആക്സിഡൻറ്റൽ അല്ലെങ്കിൽ ഇൻസിഡൻറ്റൽ അഡൾട്ടറൻ്റ് ആണ്. അതായത് അറിയാതെ എങ്ങനെ ആയിരിക്കും? നമ്മൾ കെയർഫുള്ളായിട്ട് അത് ചെയ്യുമായിരുന്നെങ്കിൽ അറിയാതെ പെടില്ല അത്. അപ്പം നമ്മൾ കെയർലെസ് ആയിട്ട് ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, നമ്മളിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഫുഡ് പ്രോസസ്സിങ് ചെയ്യുന്ന ആൾക്കാരെയാണ് കേട്ടോ. അപ്പോൾ അവർ കെയർലെസ് ആയിട്ട് ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ട്രാപ്പായി പോകുന്ന അല്ലെങ്കിൽ അതിനകത്ത് പെട്ടുപോകുന്ന കുറച്ച് അഡൾട്ടറൻ്റ് ആണ് എന്ത്? ഇൻസിഡൻ്റൽ അഡൾട്ടറൻ്റ് അല്ലെങ്കിൽ ആക്സിഡൻ്റൽ അഡൾട്ടറൻ്റ്. ഓക്കെ, ആക്സിഡൻ്റൽ അല്ലെങ്കിൽ ഇൻസിഡൻ്റൽ, ഈ രണ്ട് പേരും ഓർത്തു വെച്ചേക്കോട്ടോ. ഇൻസിഡൻ്റൽ എന്ന് ചിലപ്പോൾ നമുക്ക് വരാം, അല്ലെങ്കിൽ ആക്സിഡൻ്റൽ എന്നും വരാം. ഈ രണ്ട് പേരും ഒന്നാണ്, ഇൻസിഡൻ്റൽ ഓർ ആക്സിഡൻ്റൽ അഡൾട്ടറൻ്റ്. സോ ഇതെപ്പോഴായിരിക്കും? നമ്മൾ കെയർലെസ് ആയിട്ട് ഫുഡ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന ഏതൊരു സമയത്തും നമ്മൾ കെയർലെസ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഉണ്ടാവുന്നതാണ് എന്ത്? ഈ ഇൻസിഡൻ്റൽ അഡൾട്ടറൻ്റ്. ഫോർ എക്സാമ്പിൾ, പെസ്റ്റിസൈഡ് റെസിഡ്യൂ നമ്മൾ ക്ലീൻ ചെയ്യാതെ, ഇപ്പം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഗ്രെയിൻസോ എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള പെസ്റ്റിസൈഡ്സ് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാതെ നമ്മൾ ആ ഒരു ഫുഡ് കുക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് വരുന്നുണ്ട്? അതിൻ്റെ ആ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ആ നമ്മൾ യൂസ് ചെയ്ത ആ ഒരു കെമിക്കലിൻ്റെ റെസിഡ്യൂ അതിനകത്ത് വരും. സോ അതെന്താണ്? ഇൻസിഡൻറ്റിലാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങ് ആഡ് ചെയ്യുകയല്ല, ബട്ട് നമ്മൾ കെയർഫുൾ ആയിട്ട് അത് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് എന്ത് പറ്റുന്നു? അതിനകത്ത് ആ അഡൾട്ടറൻറ്റ് ആയി പോവുകയാണ്. സോ അതിനെയാണ് ഇൻസിഡൻ്റൽ അഡൾട്ടറൻറ്റ് എന്ന് വിളിക്കുക. സോ പെസ്റ്റിസൈഡ് റെസിഡ്യൂ, ഡ്രോപ്പിംഗ് ഓഫ് റോഡൻസ്, പിന്നെ ലാർവ, ഫുഡിനകത്ത് ലാർവയൊക്കെ വരുന്നത്, അത് പിന്നെ അവിടെ നിന്ന് ഹാച്ച് ചെയ്ത് പിന്നെ ഇൻസെക്റ്റ് ആയിട്ട് മാറും. സോ ഇതെല്ലാം എന്തിനകത്ത് വരുന്നതാണ്? ഇൻസിഡൻ്റൽ അഡൾട്ടറൻറ്റിനകത്ത് വരുന്നതാണ്, അല്ലെങ്കിൽ ആക്സിഡൻ്റൽ അഡൾട്ടറൻറ്റിനകത്ത് വരുന്നതാണ്. അപ്പം നമ്മൾ പർപ്പസ്ഫുള്ളി അല്ല, ഇവിടെ എന്താ പറ്റുക? കെയർലെസ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് വഴി അതിനകത്ത് ഉണ്ടാവുന്നതാണ് കേട്ടോ. കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് അതിനകത്ത് വരുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിലെ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചേക്കും കേട്ടോ. ഈ ഇൻസിഡൻ്റൽ അഡൾട്ടറൻറ്റ് അല്ലെങ്കിൽ ആക്സിഡൻ്റൽ അഡൾട്ടറൻറ്റിനകത്ത് വരുന്ന എക്സാമ്പിൾസ് പഠിച്ചു വെച്ചേക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് വരുന്നുണ്ട്, ഡ്രോപ്പിംഗ് ഓഫ് റോഡൻസ് വരുന്നുണ്ട്, ലാർവ ഇൻ ഫുഡ്, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഇൻസിഡൻ്റൽ അഡൾട്ടറൻറ്റ് അല്ലെങ്കിൽ ആക്സിഡൻ്റൽ അഡൾട്ടറൻറ്റിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഇൻറ്റൻഷണലും ഇൻസിഡൻറ്റും ക്ലിയർ ആണല്ലോ. ഇൻറ്റൻഷണൽ എന്ന് പറഞ്ഞാൽ പർപ്പസ്ഫുള്ളി ആഡ് ചെയ്യാണ്, ഇൻസിഡൻ്റൽ എന്ന് പറയുന്നത് കെയർലെസ് കാരണം അതിനകത്ത് വന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ രണ്ടും ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പോകുന്നതാണ് മെറ്റാലിക് കണ്ടാമിനൻസ് അല്ലെങ്കിൽ മെറ്റാലിക് അഡൾട്ടറൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഫുഡ്, നമ്മളിപ്പോൾ ഹോട്ടൽസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം, നമുക്ക് വരുന്ന ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് വാട്ടർ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? മിക്കതിനകത്തും നമ്മൾ വാട്ടർ യൂസ് ചെയ്യും. അപ്പോൾ ഈ വാട്ടർ എന്ന് പറയുന്നത് അതിനകത്ത് ഏതെങ്കിലും ഹെവി മെറ്റൽസ് വരാം. ഓക്കെ, ഈ കിണർ നമ്മൾ എടുക്കുന്ന എവിടെ നിന്നായിരിക്കും? ലേക്സിൽ നിന്നും പോൺസിൽ നിന്നും ഒക്കെ ആയിരിക്കും അവർ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ എടുക്കുന്നത്. സോ അത് ചില സമയത്ത് പ്യൂരിഫൈ ചെയ്തിട്ടായിരിക്കും അവർ യൂസ് ചെയ്യുക. ചില സമയത്ത് എന്ത് പറ്റും? അതിനകത്തുള്ള ബാക്കിയുള്ള കണ്ടാമിനൻസിനെ റിമൂവ് ചെയ്യും, പക്ഷേ ഈ ഹെവി മെറ്റൽസിനെ അവർ റിമൂവ് ചെയ്യില്ല. ഓക്കെ, എന്നിട്ട് എന്ത് പറ്റും? ഈ ഹെവി മെറ്റൽസ് ആ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്യും. സോ ഹെവി മെറ്റൽസ് എന്തിൽ വരും?
വാട്ടറിൽ വരുന്നത്. ആ വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ മെറ്റൽസ് എന്ത് ചെയ്യാണ്, ആ ഫുഡിലേക്ക് വരികയാണ്. ആ ഹെവി മെറ്റൽസ് ആ ഫുഡിലെ ഒരു കമ്പോണൻ്റ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, ആ ഫുഡിൻ്റെ പാർട്ടായിട്ട് മാറും. ആ ഫുഡ് അപ്പോൾ എന്തായി, കണ്ടാമിനൻ്റ് ആയി അല്ലെങ്കിൽ അഡൾട്ടേർഡ് ആയി. ക്ലിയർ ആണല്ലോ. സോ അഡൾട്ടറേഷൻ വിത്ത് മെറ്റാലിക് മെറ്റീരിയൽ വെച്ചിട്ട് അഡൾട്ടർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റാലിക് അഡൾട്ടറൻറ്റ് അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടാമിനൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഫോർ എക്സാമ്പിൾ വാട്ടറിനകത്ത് ലെഡ് വരുന്നത്, അതേപോലെ മെർക്കുറി, എഫ്ലുവൻസിനകത്ത് മെർക്കുറി വരുന്നത്, ഇതൊക്കെ എന്തിൽ വരും, ഈ മെറ്റാലിക് കണ്ടാമിനൻസിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ലെഡ് ഫ്രം വാട്ടർ ഓർ മെർക്കുറി ഫ്രം എഫ്ലുവൻറ്റ്. അതെന്താണ്, ആക്സിഡൻ്റലി അല്ലെങ്കിൽ ചിലപ്പം അവരെന്ത് ചെയ്യും, മനഃപൂർവ്വം അത് പ്രോസസ്സ് ചെയ്യാൻ കുറച്ചുകൂടെ പൈസ വേണമല്ലോ, ഫിൽട്ടർ ചെയ്തൊക്കെ എടുക്കാൻ. അപ്പോൾ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ഉദാഹരണം അങ്ങ് സ്കിപ്പ് ചെയ്യും. പ്രോഫിറ്റ് ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. സോ അതങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഫുഡ് അങ്ങ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. സോ ആ സമയത്ത് എന്ത് പറ്റും, പർപ്പസ്ഫുള്ളിയും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആവും. ഓക്കെ, സോ മെറ്റാലിക് കണ്ടാമിനൻ്റ് അല്ലെങ്കിൽ മെറ്റാലിക് അഡൾട്ടറൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇനി മെറ്റൽ, അതായത് മെറ്റാലിക് സബ്സ്റ്റൻസ് ആയിരിക്കും അവിടെ വരിക. ലൈക്ക് ലെഡ് ഫ്രം വാട്ടർ അല്ലെങ്കിൽ മെർക്കുറി ഫ്രം എഫ്ലുവൻറ്റ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു പെസ്റ്റിസൈഡ്സ് വരുന്നെന്ന് പറയുന്നില്ലേ, ആ പെസ്റ്റിസൈഡ്സിനകത്ത് എന്തുണ്ട്, ആർസനിക് വരുന്നുണ്ട്. സോ ഈ ആർസനിക്കും എന്താണ്, ഒരു മെറ്റലാണ്. സോ മെറ്റൽ അല്ലെങ്കിൽ കണ്ടാമിനൻറ്റിൽ നമുക്ക് ആ പെസ്റ്റിസൈഡ്സും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ ലെഡ് ഫ്രം വാട്ടറിൽ നിന്ന് ലെഡ് വരുന്നത്. പിന്നെ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ എഫ്ലുവൻസിൽ നിന്ന് നമുക്ക് പല മെറ്റൽസും കിട്ടാറുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ മെർക്കുറി, അതേപോലത്തെ എല്ലാം എന്തിൽ വരും, ഫുഡിലേക്ക് വരും. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ആണ് ഇവിടെ ടിൻ ഫ്രം ക്യാൻസ്. ഇപ്പം ക്യാനിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡില്ലേ, അതായത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ക്യാൻഡ് ഫുഡ് കിട്ടും. ആ ക്യാനിൽ നിന്നുള്ള ടിന്ന് എന്ത് പറ്റും, കുറേ നാൾ അത് അവിടെ ഇരിക്കുന്നത് വഴി ഈ ഫുഡിലേക്ക് പതുക്കെ ഇറങ്ങി തുടങ്ങും. സോ അതും എന്താണ്, മെറ്റാലിക് കണ്ടാമിനൻറ്റിൽ വരുന്നതാണ് അല്ലെങ്കിൽ മെറ്റാലിക് അഡൾട്ടറൻറ്റിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ. അപ്പം മെറ്റാലിക് അഡൾട്ടറൻറ്റ് അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടാമിനൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, മെറ്റാലിക് സബ്സ്റ്റൻസ് ആയിരിക്കും ഫുഡിൽ പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ ആക്സിഡൻ്റലി വന്ന് പെട്ടുപോകുന്നതാണ്. സോ അതിന് എക്സാമ്പിൾ ആണ് ആർസനിക് ഫ്രം പെസ്റ്റിസൈഡ്സ്, ലെഡ് ഫ്രം വാട്ടർ, എഫ്ലുവൻറ്റ് ഫ്രം കെമിക്കൽ ഇൻഡസ്ട്രീസ് ആൻഡ് ടിൻ ഫ്രം ക്യാൻസ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ടിൻ ഫ്രം ക്യാൻസ് നമ്മൾ ഇവിടെ മാത്രമല്ല വേറൊരെണ്ണത്തിൻ്റെ എക്സാമ്പിൾ പഠിക്കും. സോ അത് രണ്ടിടത്ത് ഓർത്ത് വെച്ചേക്കാം. മെറ്റാലിക് കണ്ടാമിനൻറ്റിലും ടിൻ ഫ്രം ക്യാൻസ് വരുന്നുണ്ട്. പാക്കിംഗ് ഹസാർഡ്സ് ഉണ്ട് കേട്ടോ. പാക്കിങ്ങിൽ വഴി എന്താണ്, ഫുഡിലേക്ക് വരുന്നതിനകത്തും വി ക്യാൻ ഇൻക്ലൂഡ് ദിസ് ടിൻ ഫ്രം ക്യാൻസ്. ക്യാൻസിൽ നിന്ന് ടിന്ന് ഇളകി പോകുന്നത്. ഓക്കെ, സോ ഇതാണ് മെറ്റാലിക് കണ്ടാമിനൻറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച ഏതൊക്കെയാണ്, 3 എണ്ണം. ഏതൊക്കെയാണത്, ഇൻറ്റൻഷനലി, ഇൻസിഡൻ്റലി, പിന്നെന്താണ്, മെറ്റാലിക്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് പാക്കിംഗ് ഹസാർഡ്സ്. അതായത് നമ്മൾ ആ ഫുഡ് പാക്ക് ചെയ്ത് വെച്ചേക്കുമ്പോൾ കുറേ നാൾ അതിരിക്കുന്ന സമയത്ത് എന്ത് പറ്റും, ആ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, ആ മെറ്റീരിയൽ, പാക്കിംഗ് മെറ്റീരിയൽ, അത് ചിലപ്പോൾ ഈ ഫുഡുമായിട്ട് മിക്സ് ആവാനുള്ള ചാൻസ് വരുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടിൻ ഫ്രം ക്യാനിനകത്തുള്ള ടിൻ എന്ത് ചെയ്യും, ഫുഡിനകത്തോട്ട് എൻട്രി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് എന്തെങ്കിലും വരാം. ഈ പാക്കിംഗ് ഹസാർഡ്സിനകത്ത് നമുക്ക് ഈ 2 എണ്ണം, അതായത് ടിൻ ഫ്രം ക്യാൻ നമുക്ക് ഈ 2-നകത്തും ഇൻക്ലൂഡ് ചെയ്യാം. പാക്കിംഗ് ഹസാർഡ്സിലും അതേപോലെ മെറ്റാലിക് കണ്ടാമിനൻറ്റിനകത്തും ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കോട്ടോ, പാക്കിംഗ് ഹസാർഡ്സ്. ക്ലിയർ. അപ്പം 4 എണ്ണമാണ്. ഏതൊക്കെയാണ്, ഇൻറ്റൻഷനലി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇൻസിഡൻ്റൽ ഉണ്ട്, അതായത് നമ്മൾ അറിയാതെ ആക്സിഡൻ്റലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എന്തായിരുന്നു, മെറ്റാലിക് കണ്ടാമിനൻ്റ് ഉണ്ട് അല്ലെങ്കിൽ മെറ്റാലിക് അഡൾട്ടറൻ്റ് ഉണ്ട്. പിന്നെ 4th one എന്ന് പറയുന്നത്, ദിസ് ഇസ് 4th one, ദാറ്റ് ഈസ് പാക്കിംഗ് ഹസാർഡ്സ്. ദിസ് ഈസ് ദ 4th one, പാക്കിംഗ് ഹസാർഡ്സ്. ക്ലിയർ ആണല്ലോ. സോ ഇതാണ് ടൈപ്പ് ഓഫ് ഫുഡ് കണ്ടാമിനൻറ്റ് ബേസ്ഡ് ഓൺ ദ പേർപ്പസ് അനുസരിച്ച് വന്നത്. ഏതൊക്കെയാണ് ആ 4 എണ്ണം, ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചേക്ക്. ഇൻറ്റൻഷനലി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻറ്റൻഷണൽ കണ്ടാമിനൻ്റ് ഉണ്ട്. പിന്നെ എന്താണ്, ഇൻസിഡൻ്റൽ, നമ്മൾ അറിയാതെ ആക്സിഡൻ്റലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതുണ്ട്. പിന്നെ മെറ്റാലിക് കണ്ടാമിനൻസ് ഉണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പാക്കിംഗ് ഹസാർഡ്സ്. ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇതാണ് 4 ടൈപ്പ്. ഇനി ഒരു സെക്കൻഡറി ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട്. അത് മേജർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ 4 എണ്ണം. ഇനി അവരുടെ എഫക്റ്റ് അനുസരിച്ച് ആ ഒരു കണ്ടാമിനൻറ്റ് നമ്മളുടെ ഫുഡിനകത്തുള്ളതുകൊണ്ട് നമ്മളുടെ ആ ഒരു എഫക്റ്റ് എങ്ങനെയാണോ അതനുസരിച്ചുള്ള ഒരു സെക്കൻഡറി ക്ലാസിഫിക്കേഷനും കൂടെ വരുന്നുണ്ട്. ദിസ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ അല്ല. എന്നാലും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഒന്നും വിടണ്ട, എവിടുന്ന് ചോദിച്ചാലും നമ്മൾ ആൻസർ ചെയ്യും. സോ അതുകൊണ്ട് ഇതും കൂടെ നമുക്കങ്ങ് പഠിച്ചേക്കാം.
ഓക്കെ. സോ സെക്കൻഡറി ക്ലാസിഫിക്കേഷൻ ഓഫ് അഡൾട്ടറൻസ് ബേസ്ഡ് ഓൺ എഫക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ആ സബ്സ്റ്റൻസ് നമുക്ക് തരുന്ന എഫക്റ്റ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പോയ്സണസ് അല്ലെങ്കിൽ ഡിലീറ്റീരിയസ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഇപ്പോൾ പോയ്സണസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്തിന് പ്രോബ്ലം കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈ പോയ്സണസ് ആയിട്ടുള്ള അഡൾട്ടറന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറലി ആ ഫുഡിനകത്ത് ഈ സബ്സ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ഒരു ഹെൽത്ത് പ്രോബ്ലംസ് വരും. അല്ലെങ്കിൽ ആ ഫുഡിൽ ആ ഒരു സബ്സ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡിലീഷനിലും വരുന്നുണ്ടല്ലേ, അഡിഷൻ ആൻഡ് ഡിലീഷൻ ആണ്. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതുകൊണ്ടും ചിലപ്പോൾ അതില്ലാത്തതുകൊണ്ടും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വരാം. സോ ഇതിനെയാണ് പോയ്സണസ് അല്ലെങ്കിൽ ഡിലീറ്റീരിയസ് എഫക്റ്റ് അല്ലെങ്കിൽ കണ്ടാമിനന്റ് എന്ന് പറയുന്നത്. അപ്പം പോയ്സണസ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻ കോസ് ചെയ്യും, അല്ലെങ്കിൽ ആ ഡിലീറ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കാരണം അതില്ലാത്തത് കൊണ്ട് നമുക്കൊരു ഹെൽത്ത് എഫക്റ്റ് കോസ് ചെയ്യും. അതിനെയാണ് ഈ പോയ്സണസിന്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ദ സബ്സ്റ്റൻസ് ജനറലി ഇഫ് എ ഫുഡ് കണ്ടെയ്ൻ എ പോയ്സണസ് ഓർ ഡിലീറ്റീരിയസ് സബ്സ്റ്റൻസ് ദാറ്റ് മേ റിട്ടേൺ ഇറ്റ് ഇൻജൂറിയസ് ടു ഹെൽത്ത് ആൻഡ് ഇറ്റ് ഈസ് അഡൾട്ടറേറ്റഡ്. അതിനെ നമ്മൾ അഡൾട്ടറേറ്റഡ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ പോയ്സണസ് ആയിരിക്കും നമുക്കത് ആഡ്വേഴ്സ് എഫക്റ്റ് ആയിരിക്കും കോസ് ചെയ്യാം. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത്. പിന്നെ ഫിൽറ്റ് ആൻഡ് ഫോറിൻ മാറ്റേഴ്സ് ആണ്. അതായത് നമ്മൾ ചില സമയത്ത് പ്രോസസ്സ് ചെയ്തൊക്കെ കഴിയുന്ന സമയത്ത് അതിനകത്ത് ചിലപ്പം മെറ്റൽസ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ പാർട്ട് വരും, അല്ലെങ്കിൽ വുഡിൻ്റെ കഷ്ണങ്ങൾ കിടക്കാറുണ്ട്, സ്റ്റോൺസ് കിടക്കുക, സാൻഡ് കിടക്കുക, ഇങ്ങനെയൊക്കെ വരുന്നതിനെയാണ് ഫോറിൻ മാറ്റേഴ്സ് എന്ന് നമ്മൾ പറയാം. അതായത് സാൻഡ്, സിഗരറ്റ് ബഡ്സ്, ഓക്കെ, ഇതാ സിഗരറ്റ് ബഡ്സ്, സാൻഡ്, സ്റ്റോൺസ്, വുഡ്, പ്ലാസ്റ്റിക്, മെറ്റൽ, ഗ്ലാസ്, ഇതൊക്കെ കിടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം? ഫോറിൻ മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പ്ലാന്റിൻ്റെ പാർട്ടുകൾ കിടക്കും, ചിലപ്പം ഡ്രൈഡ് ആയിട്ടുള്ള സ്റ്റെമ്മ് കിടക്കും, അല്ലെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ലീവ്സ് കിടക്കുക. ഇതൊക്കെ എന്താണ്? ഫിൽറ്റ് അല്ലെങ്കിൽ ഫോറിൻ മാറ്ററിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അതിൻ്റെ സബ്സ്റ്റൻസ് ഏതാണെന്ന് ബേസ് ചെയ്തിട്ടാണ് ഇത് വരിക, ഫിൽറ്റ് ആൻഡ് ഫോറിൻ മാറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അതിലെന്താണ്, നമുക്ക് ആ ഫുഡിനകത്ത് വേണ്ടാത്ത ബട്ട് നമുക്ക് വലിയ എഫക്റ്റ് ഇവർ ഒരെണ്ണം ഉണ്ടാവില്ല. അതായത് ഈ വുഡ്, സ്റ്റോണൊക്കെ ഉണ്ട്, അതിൻ്റെ ക്വാളിറ്റിയിൽ ചേഞ്ചസ് വരുന്നേ ഉള്ളൂ, അല്ലാതെ വല്ല ഡെഡ്ലി ഡിസീസസ് ഒന്നും അധികം വരില്ല. ഓക്കെ, പിന്നെ സിഗരറ്റ് ബഡ്സ്, സാൻഡ്സ്, പ്ലാസ്റ്റിക്, ഗ്ലാസ്, മെറ്റൽസ്, ഇതൊക്കെ കിടക്കുന്നതിനെയാണ് നമ്മൾ ഫിൽറ്റ് ആൻഡ് ഫോറിൻ മാറ്റേഴ്സ് എന്ന് വിളിക്കുക. അതേപോലെ പിന്നെ റോ മെറ്റീരിയൽ, അതായത് പ്ലാന്റിൻ്റെ പാർട്സുകൾ, ഡ്രൈഡ് ആയിട്ടുള്ള സ്റ്റെം, ഡ്രൈഡ് ആയിട്ടുള്ള ലീവ്സ്, ഇതൊക്കെ കിടക്കുന്നതും നമ്മൾ ഈ ഫിൽറ്റ് ആൻഡ് ഫോറിൻ മാറ്ററിൻ്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മോൾഡ്, റോഡ്സ്, അതേപോലെ ഇൻസെക്ട്സ് ഒക്കെ ഇല്ലേ, റോഡൻസിൻ്റെ പല പാർട്ട്, എക്സ്ക്രീറ്റ അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ, അതായത് ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള പാർട്സ്, ഇതൊക്കെ ഫുഡിനകത്ത് കിടക്കുന്നതെല്ലാം എന്തിൻ്റെ അണ്ടറിൽ പെടുത്താം? ഈ ഫിൽറ്റ് ആൻഡ് ഫോറിൻ മാറ്ററിൻ്റെ അണ്ടറിൽ പെടുത്താം. ഇതെല്ലാം വരുമ്പോഴും അതെന്താണ്? അഡൾട്ടറൻ്റ് ആണ്. അതായത് ഇതെല്ലാം കണ്ടാമിനേഷൻ കോസ് ചെയ്യാണ് ഫുഡിനകത്ത്. സോ ഇതിനെല്ലാം നമുക്ക് ഫിൽറ്റ് ആൻഡ് ഫോറിൻ മാറ്ററിൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മൈക്രോബയോളജിക്കൽ കണ്ടാമിനേഷൻ ആൻഡ് അഡൾട്ടറേഷൻ. അതായത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസ് വരും. അതായത് പാത്തജൻസ് ആയിട്ടുള്ള കുറച്ച് ഓർഗാനിസംസ് ചിലപ്പോൾ എന്ത് വരും? ഫുഡിനകത്ത് വരുന്നു. ഫോർ എക്സാമ്പിൾ സാൽമണല്ലയൊക്കെ നമ്മൾ ഈ ഫ്രൂട്ട്സിനകത്ത് കാണാറുണ്ട്. അതേപോലെ അതായത് റെഡി ടു ഈറ്റ് ഫുഡ് ഐറ്റംസ് ഇല്ലേ, അതിനകത്തൊക്കെ സാൽമണല്ലയുടെയൊക്കെ പ്രസൻസ് വരാറുണ്ട്. സോ ഇതാണ് മൈക്രോബയോളജിക്കൽ കണ്ടാമിനൻസ് എന്ന് പറയുന്നത്. അതായത് മൈക്രോബയോളജി, അതായത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും ഈ ഫുഡിനകത്ത് വരുന്നത്. ഓക്കെ, മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും വരിക. സോ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ പാത്തജൻസ് ഫുഡുമായിട്ട് വരികയാണെങ്കിൽ അതിനെ നമുക്ക് മൈക്രോബയോളജിക്കൽ കണ്ടാമിനൻസിൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യാം. സോ അപ്പോഴും അതെന്താണ്? അഡൾട്ടറേറ്റഡ് ആണ്, അല്ലെങ്കിൽ അഡൾട്ടറേറ്റഡ് ആണ്, ആ ഫുഡും അഡൾട്ടറേറ്റഡ് ആണ്. സോ ജനറലി റെഡി ടു ഈറ്റ് ഫുഡിനകത്താണ് ഈ മൈക്രോ ഓർഗാനിസംസ് കൂടുതലും കാണാറുള്ളത് കേട്ടോ. പാത്തജൻസ് ഒക്കെ റെഡി ടു ഈ പാക്ക് ചെയ്ത് ക്യാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡിനകത്തൊക്കെയാണ് കൂടുതലും ഈ മൈക്രോ ഓർഗാനിസംസ് വരിക. ഫോർ എക്സാമ്പിൾ സാൽമണല്ല വരുന്നത് ഒരു എക്സാമ്പിളാണ്. റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പം മീറ്റ്, പൗൾട്രി മീറ്റ്, ഇതിനകത്തൊക്കെ സാൽമണല്ലയുടെ പ്രസൻസ് വരുന്നുണ്ട്. അത് ഈ മൈക്രോബയോളജിക്കൽ കണ്ടാമിനൻസിനകത്ത് നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ആദ്യം പറഞ്ഞ ഏതൊക്കെയാണെന്നോ, അതായത്
പോയിസണസ് ആയിട്ടുള്ള കുറച്ച് സബ്സ്റ്റൻസ് വരും. പിന്നെ ഫിൽറ്റ് ആൻഡ് ഫോറിൻ മാറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ മൈക്രോബയോളജിക്കൽ കണ്ടാമിനേഷൻസ് വരുന്നുണ്ട്. അതായത് ഫുഡിനകത്ത് പാത്തജൻസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് വരുന്നതിനെയാണ് മൈക്രോബയോളജിക്കൽ കണ്ടാമിനേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ അതാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച എന്തൊക്കെയാണ്? ഫുഡ് അഡൾട്ടറേഷൻ എന്താണെന്ന് പഠിച്ചു, അഡൾട്ടറൻറ്റ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഓക്കെ, അത് തന്നെ അഡൾട്ടറൻറ്റ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ പല ക്ലാസിഫിക്കേഷൻ, ഏതൊക്കെ ടൈപ്പ് അഡൾട്ടറൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ആദ്യം ഒരു ക്ലാസിഫിക്കേഷൻ, അതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ, അത് നന്നായിട്ട് നോക്കി വെച്ചേക്കാം, വിത്ത് എക്സാമ്പിൾസ് നോക്കി വെച്ചേക്കാം. ആദ്യം എന്താണെന്ന് പറഞ്ഞത്? പർപ്പസ്ഫുള്ളി നമ്മൾ ആഡ് ചെയ്യാണ്. ഇൻറ്റൻഷണൽ, ഇൻസിഡൻ്റൽ, ആക്സിഡൻ്റലായിട്ട് ആഡായി പോകുന്നത്. പിന്നെ ഇതായിരുന്നു പാക്കിംഗ് ഹസാർഡ്സ് വരുന്നുണ്ട്. പാക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കോസ് ചെയ്യുന്നതാണ് പാക്കിംഗ് ഹസാർഡ്സ്, അതായത് പാക്കിംഗ് മെറ്റീരിയൽ വരുന്നത്. ഓക്കെ, ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായിട്ട് നോക്കി വെച്ചേക്കാം. അതേപോലെ മെറ്റാലിക് കണ്ടാമിനൻസും വരുന്നുണ്ട്. ഈ 4 എണ്ണമാണ് നമുക്ക് മെയിനായിട്ടും നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട. ഈ 4 എണ്ണം വിത്ത് എക്സാമ്പിൾ ആണ്. ഇൻറ്റൻഷണൽ, ഇൻസിഡൻ്റൽ, മെറ്റാലിക് ആൻഡ് പാക്കിംഗ് ഹസാർഡ്സ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഫുഡ് ഐറ്റമിനകത്തും വരുന്ന കോമൺ ആയിട്ടുള്ള അഡൾട്ടറൻറ്റും അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഹെൽത്ത് എഫക്ട്സും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഇത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു സെക്ഷനാണ്. ഫുഡും അതിനകത്തുള്ള അഡൾട്ടറൻറ്റ് ഏതാണെന്നും പ്ലസ് അതിൻ്റെ എഫക്റ്റ്, നമുക്ക് അതുകൊണ്ടുണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ്. ഓക്കെ, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ചിലപ്പം എക്സാമിന് ഇതായിരിക്കും ചോദിക്കാം, മിൽക്കിൽ വരുന്ന അഡൾട്ടറൻറ്റ് ഇതിലേതാണ്, അല്ലെങ്കിൽ ഇതിൽ ഇല്ലാത്തത് ഏതാണ്. ഓക്കെ, നോട്ടും ചോദിക്കാം, വരുന്നത് ഏതാണെന്നും ചോദിക്കാം. അത് 2 രീതിയിലും പഠിച്ചു വെച്ചേക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മിൽക്ക്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മിൽക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. മിൽക്കിൽ വരുന്ന അഡൾട്ടറൻറ്റ് ഏതൊക്കെയാണെന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. മെയിനായിട്ടും വരുന്നത് സ്റ്റാർച്ച്. പിന്നെ ഈസി ആയിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് വാട്ടർ, വെള്ളം ആഡ് ചെയ്യും. വെള്ളം ആഡ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി മാറ്റുന്നത് എന്താണ്? അഡൾട്ടറൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ മിൽക്കിനകത്ത് നമുക്ക് പാലിനകത്ത് വെള്ളം ആഡ് ചെയ്യുന്നത് ഒരു അഡൾട്ടറൻറ്റ് ടെക്നിക്കാണ്. മിൽക്കിൽ വാട്ടർ ആഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ സ്റ്റാർച്ച് ആഡ് ചെയ്യും, കുറച്ച് കൊഴുപ്പൊക്കെ കൂടാൻ വേണ്ടി സ്റ്റാർച്ച് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, അതൊരു അഡൾട്ടറൻ്റ് ആണ്. നെക്സ്റ്റ് ചോക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. മിൽക്കിനകത്ത് ചോക്ക് പൗഡർ, വൈറ്റ് കളർ ചോക്ക് പൗഡർ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാറുണ്ട്. ഇതെല്ലാം കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയാണ് കേട്ടോ ചെയ്യാം. പിന്നെ യൂറിയ, കോസ്റ്റിക് സോഡ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇതെല്ലാം മെയിനായിട്ടും കൊഴുപ്പ് കൂട്ടാൻ, പാലിൻ്റെ ആ കൊഴുപ്പ് നല്ല ഫാറ്റി ആക്കി മാറ്റാൻ വേണ്ടിയാണ് മെയിനായിട്ടും, അല്ലെങ്കിൽ ആ കൊഴുപ്പ് ഇങ്ങനെ തിക്നെസ് ഒക്കെ വരുത്താൻ വേണ്ടിയാണ് മെയിനായിട്ടും ഈ അഡൾട്ടറൻ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും, അപ്പോൾ കറക്റ്റ് മിൽക്കായിട്ട് കിട്ടും. ഓക്കെ, സോ അതാണ് മിൽക്കിൽ മെയിനായിട്ട് വരുന്ന അഡൾട്ടറൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അഡൾട്ടറൻറ്റ്, അതായത് മിൽക്കിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്റ്റാർച്ച്, ചോക്ക്, യൂറിയ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യൂറിയ, പിന്നെ കോസ്റ്റിക് സോഡ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇതെല്ലാം മിൽക്കിൽ ആഡ് ചെയ്യുന്ന അഡൾട്ടറൻ്റ് ആണ്. സോ ഇതുകൊണ്ട് നമുക്കുണ്ടാവുന്ന എഫക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യാറുണ്ട്. പിന്നെ വോമിറ്റിംഗ്, നോസിയ, ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, സോ ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യും, വോമിറ്റിംഗ്, നോസിയ, അതേപോലെ ഹാർട്ട് പ്രോബ്ലംസ്, ഇതൊക്കെയാണ് മെയിനായിട്ടും മിൽക്കിലുള്ള ഈ അഡൾട്ടറൻറ്റ് കാരണം നമുക്കുണ്ടാവുന്ന ഹെൽത്ത് എഫക്റ്റ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ്. ക്ലിയർ ആണല്ലോ? അപ്പം മിൽക്ക് ഒന്നുകൂടെ നോക്കിക്കേ, ഇമ്പോർട്ടൻ്റ് ആണ്. മിൽക്ക്, വാട്ടർ, മെയിനായിട്ടുള്ള അഡൾട്ടറൻറ്റ് വാട്ടറാണ്. പിന്നെ അതിനകത്ത് വരുന്ന ഏതൊക്കെയാണ്? സ്റ്റാർച്ച്, ചോക്ക്, യൂറിയ ഇസ് ഇമ്പോർട്ടൻറ്റ്, കോസ്റ്റിക് സോഡ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇതെല്ലാം വരുന്നുണ്ട്. ഫോമാലിനൊക്കെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ മിൽക്കിനകത്ത്. ഫോമാലിനും ആഡ് ചെയ്യാറുണ്ട്, അതും ഒരു അഡൾട്ടറൻ്റ് ആണ് മിൽക്കിൽ വരുന്ന. പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് നോക്കി, ഫുഡ് പോയ്സണിങ്, വോമിറ്റിംഗ്, നോസിയ ആൻഡ് ഹാർട്ട് പ്രോബ്ലംസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കുന്നതാണ് ഷുഗർ ആൻഡ് സോൾട്ട്. ഓക്കെ, ഷുഗർ ആൻഡ് സോൾട്ട് ആണ് അടുത്തത്. രണ്ടും വെള്ള കളറിൽ ക്രിസ്റ്റലായിട്ടിരിക്കുന്ന സാധനം, സിമിലർ ഇൻ അപ്പിയറൻസ്, അത്ര അപ്പിയറൻസിലില്ലെങ്കിലും ഏകദേശം ഒരു സിമിലർ ഇൻ അപ്പിയറൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് കൂടുതലും ഈ വൈറ്റ് സാൻഡ്, നമ്മൾ പഞ്ചസാര എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കിട്ടും കേട്ടോ. ചിലപ്പോഴൊക്കെ ഇങ്ങനെ വൈറ്റ് സാൻഡ് കിടക്കും, അതൊന്ന് കടിച്ചു നോക്കിയാൽ നമുക്ക് നല്ല കടി കിട്ടും, അത് മധുരവും കാണില്ല. സോ അതാണ് വൈറ്റ് സാൻഡ്. പിന്നെ ചോക്ക് പൗഡർ ആഡ് ചെയ്യാറുണ്ട്, ഈ സോൾട്ടിലൊക്കെ ചോക്ക് പൗഡറും ആഡ് ചെയ്യാറുണ്ട്. സോ ഷുഗർ ആൻഡ് സാൻഡിൽ വരുന്ന
അഡൾട്ടറൻ്റ് ഏതൊക്കെയാണ്? ചോക്ക് പൗഡർ, വൈറ്റ് സാൻഡ്. ഇതുകൊണ്ട് മെയിനായിട്ട് നമുക്ക് കോസ് ചെയ്യുന്നത് സ്റ്റൊമക് ഡിസോർഡേഴ്സ് ആണ് കേട്ടോ. അപ്പം ഷുഗർ ആൻഡ് സോൾട്ടിനകത്ത് വരുന്ന ഈ അഡൾട്ടറൻ്റ് കാരണം മെയിനായിട്ട് നമുക്ക് കോസ് ചെയ്യുന്നത് സ്റ്റൊമക് ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം, മിൽക്ക്. നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇത് ടെർമറിക് പൗഡർ. ഓക്കെ, സ്പൈസസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ ടെർമറിക് പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെർമറിക് പൗഡർ മഞ്ഞപ്പൊടി, മഞ്ഞ കളർ. സോ മഞ്ഞ കളർ ആഡ് ചെയ്യും. മെറ്റാലിൻ യെല്ലോ. മെറ്റാലിൻ യെല്ലോ ആണ് മെയിനായിട്ടും ടെർമറിക് പൗഡറിൽ വരുന്ന അഡൾട്ടറൻറ്റ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ടെർമറിക് പൗഡറിൽ വരുന്ന അഡൾട്ടറൻറ്റ് മെറ്റാലിൻ യെല്ലോ. മെറ്റാലിൻ യെല്ലോ ആണ് ടെർമറിക് പൗഡറിൽ വരുന്ന അഡൾട്ടറൻറ്റ്. ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കും കേട്ടോ. ടെർമറിക് പൗഡറിൽ വരുന്ന അഡൾട്ടറൻറ്റ് മെറ്റാലിൻ യെല്ലോ. അതിൻ്റെ മെയിനായിട്ടുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് ഹൈ എമൗണ്ടിൽ നമ്മൾ ഇൻടേക്ക് ആണെങ്കിൽ, അതായത് ഡെയിലി ബേസിസിൽ നമ്മൾ കഴിച്ച് ഒരു ഹൈ എമൗണ്ടിലേക്ക് നമ്മുടെ ബോഡിയിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ട്യൂമർ ആൻഡ് ക്യാൻസർ. ട്യൂമറും ക്യാൻസറും കോസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ അപ്പോൾ നോക്കി ഈ മൂന്നെണ്ണം നമുക്ക് ഇപ്പോഴേ അങ്ങ് പഠിച്ചേക്കാം. ഇപ്പോഴേ ഇത് തന്നെ പഠിച്ചങ്ങ് പോവുക അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പേ. സോ ഫസ്റ്റ് വൺ മിൽക്ക്. മിൽക്കിൽ നോക്കിക്കേ എന്തൊക്കെയാണ്? വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റാർച്ച് ആഡ് ചെയ്യുന്നുണ്ട്, ചോക്ക്, യൂറിയ, കോസ്റ്റിക് സോഡ, ഹൈഡ്രോജൻ പെറോക്സൈഡ്. ആൻഡ് ഇറ്റ് കോസ് ഫുഡ് പോയ്സണിങ്, വോമിറ്റിംഗ്, ന്യൂസിയ ആൻഡ് ഹാർട്ട് പ്രോബ്ലംസ്. നെക്സ്റ്റ് വൺ ഈസ് ഷുഗർ ആൻഡ് സോൾട്ട്. ഷുഗർ ആൻഡ് സോൾട്ടിൽ നമ്മൾ വൈറ്റ് സാൻഡ് അതേപോലെ ചോക്ക് പൗഡറാണ് ആഡ് ചെയ്യുക. ഇറ്റ് കോസ് സ്റ്റൊമക് ഡിസോർഡേഴ്സ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് വൺ ആണ് ടെർമറിക് പൗഡർ. ടെർമറിക് പൗഡറിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഏതാണ്? മെറ്റാലിൻ യെല്ലോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇറ്റ് കോസ് ട്യൂമർ ഓർ ക്യാൻസർ. ഓക്കെ, അപ്പം ഇതാണ് മൂന്നെണ്ണം. ഇപ്പോഴേ എല്ലാവരും പഠിച്ചല്ലോ. ഇനി അടുത്തതിലേക്ക് പോവാം. ഫസ്റ്റ് വൺ ഈസ് ടീ പൗഡർ ആൻഡ് കോഫി ബീൻസ്. കോഫി ബീൻസും ടീ പൗഡറും. ഓക്കെ, അപ്പം ടീ പൗഡർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇല പൊടിക്കുന്നതാണല്ലേ. ടീ ലീവ്സ് ഡ്രൈ ചെയ്ത് അത് പൊടിച്ചിട്ടാണ് നമുക്ക് ടീ പൗഡർ കിട്ടുക, അല്ലെങ്കിൽ ടീ ലീവ്സ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതുണ്ട്. സോ എന്തായിരിക്കും ഇത്? ഈസി ആയിട്ട് നമുക്ക് തന്നെ ആലോചിക്കാം. ടീ അല്ലാത്ത വേറെ ഏതെങ്കിലും ഇല ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഡ്രൈഡ് വേറെ ഏതെങ്കിലും ലീവ്സ് ആഡ് ചെയ്യാം. അതൊരു കണ്ടാമിനൻ്റ് ആണല്ലോ. സോ അപ്പം ടീ ലീവ്സിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഡ്രൈ ചെയ്തിട്ടുള്ള വേറെ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അയൺ ഫില്ലിങ്സ് കൊടുക്കാറുണ്ട് ടീ ലീവ്സിനകത്ത്, അല്ലെങ്കിൽ ടീക്കകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡൾട്ടറൻ്റ് ആണ് അയൺ ഫില്ലിങ്സ്. അയൺ ഫില്ലിങ്സ് ആഡ് ചെയ്യാറുണ്ട്. ഇനി കോഫി ബീൻസിന് പകരം ടർമറിക് സീഡും അതേപോലെ മസ്റ്റാർഡ് സീഡ്സും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുമല്ലോ. സോ അതിന് വേണ്ടി ആഡ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്? ടർമറിക് സീഡ് അതേപോലെ മസ്റ്റാർഡ് സീഡ്സ്. ഏതിനാണ്? കോഫി ബീൻസിന് പകരമായിട്ടാണ്. സോ ഇതുകൊണ്ട് മെയിനായിട്ട് നമുക്ക് ലിവർ ഇൻഫെക്ഷൻ അതേപോലെ ഡയേറിയൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇത് കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഡയേറിയയും ലിവർ ഇൻഫെക്ഷൻസും ആണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കിയേ, ടീ ആൻഡ് കോഫി ബീൻസ് ആണ്. ടീക്കകത്ത് മെയിനായിട്ടും അയൺ ഫില്ലിങ്സും ആർട്ടിഫിഷ്യൽ കളേഴ്സും അതർ പ്ലാന്റ്സിൻ്റെ ഡ്രൈഡ് ലീവ്സും ആഡ് ചെയ്യാറുണ്ട്. കോഫിക്കകത്ത് നമുക്ക് ടർമറിക് സീഡും മസ്റ്റാർഡ് സീഡ്സും ഒക്കെയാണ് വരുന്നത്. സോ ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ലിവർ ഇൻഫെക്ഷൻ ആൻഡ് ഡയേറിയ. ഓക്കെ, സോ അപ്പോൾ ടീ ക്ലിയർ ആണല്ലോ. ഒന്ന് ആലോചിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ടീ ലീവ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ ചെടികളുടെ ഇല ഉണക്കി പൊടിച്ച് ചേർക്കാൻ പറ്റും. പിന്നെന്താണ്? അയൺ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി കോഫി ബീൻസിന് പകരം ടർമറിൻ്റെ സീഡ്സും അല്ലെങ്കിൽ മസ്റ്റാർഡ് സീഡ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും, അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കും. ആൻഡ് ഇറ്റ് കോസ് ഡയേറിയ അല്ലെങ്കിൽ ലിവർ ഇൻഫെക്ഷൻ. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ് ചില്ലി പൗഡർ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മുളക് പൊടിക്കകത്ത് ചുമന്ന കളറിൽ അല്ലെങ്കിൽ ഏകദേശം ഒരു ഓറഞ്ച് കളറിൽ വരുന്ന സാധനങ്ങളൊക്കെ അരച്ച് കലക്കി അങ്ങോട്ട് അതിനകത്തോട്ടങ്ങ് ഇടും. സോ എക്സാമ്പിൾ, ഇത് ഫുഡ് കളറൻ്റ് ആണ് കേട്ടോ. സുഡാൻ റെഡ് ആഡ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് എ കളർ. പിന്നെ റെഡ് ബ്രിക്ക് പൊടിച്ച് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ചുടുകട്ട പൊടിച്ചിടും. പിന്നെ ഗ്രിറ്റ്, സാൻഡ്, ഡേർട്ട്, പിന്നെ നോൺ പെർമിറ്റഡ് കളേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. സോർ ഡസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. അതായത് നന്നായിട്ട് പൊടിച്ചിട്ട് ഏകദേശം ഒരു റെഡ് കളർ വരുന്ന എല്ലാ സാധനങ്ങളും കൂടെ പൊടിച്ച് എന്ത് ചെയ്യും? ഈ ചില്ലി പൗഡറിനകത്തോട്ട് ഇടും. സോ ദാറ്റ് ദ ക്വാണ്ടിറ്റി ക്യാൻ ഇൻക്രീസ്. ക്വാണ്ടിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സുഡാൻ റെഡ് ബ്രിക്ക് പൗഡർ, പിന്നെ ഗ്രിറ്റ്, സാൻഡ്, ഡേർട്ട്, നോൺ പെർമിറ്റഡ് കളേഴ്സ്, സോഡസ്റ്റ്, ഇതെല്ലാമായിരിക്കും ചില്ലി പൗഡറിൽ വരുന്ന
കണ്ടാമിനൻസ് അല്ലെങ്കിൽ അഡൾട്ടറൻ. അവരുടെ എഫക്റ്റ് എന്താണ്? ഈ സുഡാൻ ഡൈ എന്നൊക്കെ പറയുന്നത് കാർസിനോജനിക് ആണ്, അതായത് ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഈ സുഡാൻ റെഡ്. സോ അത് കാർസിനോജനിക് ആണ്. പിന്നെ സ്റ്റൊമക് ഡിസോർഡേഴ്സ് കോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില്ലി പൗഡർ അഡൾട്ടറൻറ്റ് കാരണം നമുക്കുണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് സ്റ്റൊമക് ഡിസോർഡേഴ്സ് ആൻഡ് കാർസിനോജനിക് അല്ലെങ്കിൽ ക്യാൻസർ കോസിംഗ് ആണ്. ഏതാണ് ക്യാൻസർ കോസിംഗ്? സുഡാൻ ഡൈ അല്ലെങ്കിൽ സുഡാൻ റെഡ് കാർസിനോജനിക് ആണ്, അത് ഓർത്ത് വെച്ചേക്കണേ. സോ ദ കാർസിനോജനിക് സബ്സ്റ്റൻസ് വിച്ച് ഈസ് ആഡഡ് ടു ചില്ലി പൗഡർ ഏതാണത്? സുഡാൻ റെഡ് ആണ്. ക്ലിയർ? ഇനി വരുന്നതാണ് സ്വീറ്റ്സ്. സ്വീറ്റ്സിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലഡു ഒക്കെ എന്താണ് ചൊവാന്നിരിക്കുന്ന അല്ലെങ്കിൽ മഞ്ഞ കളറിലിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ പോയി വാങ്ങും. സോ അതിനകത്ത് നോൺ പെർമിറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ആഡ് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ മെറ്റാലിൻ യെല്ലോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും. സോ സ്വീറ്റ്സിനകത്ത് ആ യെല്ലോ കളറൊക്കെ കിട്ടാനായിട്ട് കൂടുതലും യെല്ലോ കളേഴ്സ് ആണ്. നമ്മൾ മിക്ക സ്വീറ്റ്സ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം ഏകദേശം ഒരു മഞ്ഞ ഷെയ്ഡ്സ് ആയിരിക്കും വരിക. സോ അതുകൊണ്ട് മെറ്റാലിൻ യെല്ലോസ് ആണ് കൂടുതലും ആഡ് ചെയ്യാറുള്ളത്. സോ ഇറ്റ് ഈസ് ദ അഡൾട്ടറന്റ് ഇൻ സ്വീറ്റ്സ്. അത് മെയിനായിട്ട് ട്യൂമർ ആൻഡ് ക്യാൻസർ ആണ് കോസ് ചെയ്യുന്നത്. അപ്പം സ്വീറ്റ്സിനകത്ത് വരുന്ന അഡൾട്ടറന്റ് ഇതാണ് മെറ്റാലിൻ യെല്ലോ ആണ് ആൻഡ് ഇറ്റ് കോസ് ട്യൂമർ ആൻഡ് ക്യാൻസർ. ഇനി ലാസ്റ്റ് വൺ ആണ് ഹണി, തേൻ. തേനിനകത്ത് നമുക്ക് നോർമലി നമുക്കറിയാം എന്താണ്, നമുക്ക് ഹണി ബീന്ന് അല്ലെങ്കിൽ ഹണി കോംബീന്ന് നമ്മൾ എടുക്കുന്നതാണ് ഈ ഹണി എന്ന് പറയുന്നത്, നാച്ചുറൽ ഹണി എന്ന് പറയുന്നത്. സോ അതിന് ഒരുപാട് ന്യൂട്രീഷണൽ ആയിട്ടുള്ള വാല്യൂസ്, ആൻറ്റി ഓക്സിഡൻറ്റ് വാല്യൂസ് ഒക്കെ ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഫുഡിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഹണി എന്ന് പറയുന്നത്. ബട്ട് ഈ ഹണിയുടെ ഈ പ്രോപ്പർട്ടി എല്ലാം ഡീഗ്രേഡ് ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ പ്രോഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് പൈസയ്ക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് അതിനകത്തോട്ട് നമ്മൾ ശർക്കരയും പഞ്ചസാരയും അതുപോലെ കോൺ സിറപ്പും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും. സോ അതാണ് ഹണിയുടെ അഡൾട്ടറൻറ്റ്. ഏതൊക്കെയാണ്? ജാഗറി, അതായത് നമ്മുടെ ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കും, ഷുഗർ പഞ്ചസാര ഉരുക്കി കൊടുക്കും, പിന്നെ കോൺ സിറപ്പ്. ഈ 3 എണ്ണം ആഡ് ചെയ്തിട്ടാണ് ഹണിയിൽ അഡൾട്ടറേഷൻ കോസ് ചെയ്യുന്നത്. സോ ഹണിയിൽ അഡൾട്ടറേഷൻ കോസ് ചെയ്യുന്ന ഏതൊക്കെയാണ് നോക്കിയേ? ജാഗറി, ഷുഗർ ആൻഡ് കോൺ സിറപ്പ്. ഇതായിരിക്കും അതിനകത്ത് ആഡ് ചെയ്യാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഹണിയുടെ ആ ഒരു പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് പോവാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയും അതിനകത്തുള്ള ന്യൂട്രീഷണൽ വാല്യൂസ് എല്ലാം ചേഞ്ച് ആകും ഇവരൊക്കെ ആഡ് ആവുന്ന സമയത്ത്. മെയിനായിട്ടും കോസ് ചെയ്യുന്ന ഇറ്റ് ക്യാൻ ലീഡ്സ് ഒബിസിറ്റി. ഇത് ഷുഗർ കണ്ടന്റ് ആണ് കൂടുതൽ വരുന്നത് അല്ലേ. അപ്പം ഇറ്റ് ക്യാൻ ലീഡ്സ് ഒബിസിറ്റി കോസ് ചെയ്യാറുണ്ട്, ഡയബറ്റിസ് കോസ് ചെയ്യാറുണ്ട്, ഐ ആൻഡ് നെർവ് ഡാമേജസ് കോസ് ചെയ്യാറുണ്ട്. സോ ജാഗറി, ഷുഗർ, കോൺ സിറപ്പ് ഇതാണ് ഹണിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ കോസ് ഒബിസിറ്റി, ഡയബറ്റിസ്, ഐ ആൻഡ് നെർവ് ഡാമേജസ്. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണം നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കിയാലോ. സോ ഫസ്റ്റ് വൺ ഈസ് ടീ പൗഡർ ആൻഡ് കോഫി. ടീ പൗഡറിനകത്ത് അയൺ ഫില്ലിങ്സ്, പിന്നെ വേറെ പ്ലാന്റിൻ്റെ ലീവ്സ് ഡ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട്, പിന്നെ ആർട്ടിഫിഷ്യൽ കളേഴ്സും ആഡ് ചെയ്യും. കോഫിക്ക് പകരമായിട്ട് ടർമറിൻ സീഡ് അതേപോലെ മസ്റ്റാർഡ് സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ചില്ലി പൗഡർ നോക്കിയേ, അതിനകത്ത് റെഡ് കളർ വരുന്ന സാധനങ്ങളെല്ലാം അങ്ങ് പൊടിച്ചിടുകയാണ്. സുഡാൻ റെഡ് വിച്ച് ഇസ് കാർസിനോജനിക് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സുഡാൻ റെഡ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് ചുടുകട്ട പൊടിച്ചത്, സാൻഡ്, ഡേർട്ട്, നോൺ പെർമിറ്റഡ് ആയിട്ടുള്ള കളേഴ്സ്, ഇതെല്ലാം എന്തിനകത്ത് വരും? ചില്ലി പൗഡറിൽ വരും. ആൻഡ് ഇറ്റ് ക്യാൻ കോസ് സ്റ്റൊമക് ഡിസോർഡേഴ്സ് ആണ്. സുഡാൻ റെഡ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ക്യാൻസർ. അതുകൊണ്ട് കാർസിനോജനിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻ്റ് ആണ് ഈ സുഡാൻ ഡൈസ് അല്ലെങ്കിൽ സുഡാൻ റെഡ്. സ്വീറ്റ്സിനകത്ത് മെറ്റാലിൻ യെല്ലോ ആണ് ആഡ് ചെയ്യുന്നത്, ട്യൂമർ ആൻഡ് ക്യാൻസർ ആണ് കോസ് ചെയ്യുക. പിന്നെ ഹണിക്കകത്ത് എന്താണ് വരിക? ജാഗറി, ഷുഗർ, കോൺ സിറപ്പ് ഒക്കെയാണ് ആഡ് ചെയ്യുക. ആൻഡ് ഇറ്റ് ക്യാൻ കോസ് ഒബിസിറ്റി, ഡയബറ്റിസ്, ഐ ആൻഡ് നെർവ് ഡാമേജസ്. ഓക്കെ, സോ ഇത്രയാണ് മെയിനായിട്ടുള്ള ഫുഡ് അവരിൽ ഉണ്ടാക്കുന്ന അഡൾട്ടറൻറ്റും ആൻഡ് അവർ ഉണ്ടാക്കുന്ന ഹെൽത്ത് ഇഷ്യൂസും. ഇനി കുറച്ചും കൂടെ നമുക്കൊന്ന് നോക്കിക്കോളൂ. അതായത് ടർമറിൻ പൗഡർ ഓൾറെഡി നമ്മൾ നോക്കിയാണ്. ഗീ നോക്കിയേ, ഗീക്കകത്ത് ഈ ഗീയുടെ എസെൻസ് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ആ ഫ്ലേവർ കിട്ടാനുള്ള എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കും. അത് ഗീക്കകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും എസെൻസ്. പിന്നെ ചീപ്പർ ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മൾ ഈ റാപ്സീഡ് ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. നോർമൽ ഓയിലിന് പകരം റാപ്സീഡ് ഓയിൽ ആൻഡ് ഗീ ആൻഡ് ഓയിലിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഓയിലിനകത്ത് ഈ ചീപ്പറായിട്ടുള്ള ഓയിൽസ് ആഡ് ചെയ്യും. ഗീക്കകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഗീയുടെ എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ അങ്ങനെ അതിനകത്ത് അഡൾട്ടറൻറ്റ് അല്ലെങ്കിൽ അഡൾട്ടറേഷൻ കോസ് ചെയ്യും.
ഇപ്പോൾ ഗീക്കകത്ത് ഗീ എസെൻസ് ആയിരിക്കും ആഡ് ചെയ്യുക. ആൻഡ് ഓയിലിനകത്ത് നമ്മൾ ചീപ്പറായിട്ടുള്ള ഓയിൽസ് ആയിരിക്കും ആഡ് ചെയ്യുക. റാപ്സീഡ് ഓയിൽസ് അതേപോലെ വരുന്നതാണ്. നമ്മൾ കാസ്റ്റർ ഓയിലൊക്കെ ഇല്ലേ, ആവണക്കെണ്ണയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ ഹൈഡ്രോജനേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസും കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്യും. സോ ഓയിലും അഡൾട്ടറേറ്റഡ് ആയിട്ട് മാറും. ആൻഡ് അവർ ഉണ്ടാക്കുന്ന ഹെൽത്ത് ഇഷ്യൂസ് നോക്കിയേ, ക്യാൻസർ അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ ആയിരിക്കും കോസ് ചെയ്യുന്നത്. ഏതാണ്? ക്യാൻസർ അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ. ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലാർജ് എമൗണ്ടിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലാണ് നമുക്ക് ഈ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. ഓക്കെ, പിന്നെ ടർമറിക് പൗഡർ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. അതിനകത്ത് ഒരെണ്ണം കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കാം, റെഡ് ഓക്സൈഡ് ഓഫ് ലെഡ്. ലെഡിൻ്റെ റെഡ് ഓക്സൈഡ് ആഡ് ചെയ്യാറുണ്ട് ഈ ടർമറിക് പൗഡറിനകത്ത്. സോ അത് മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റൊമക് ഡിസോർഡേഴ്സ്, ക്യാൻസർ കോസ് ചെയ്യും, അതേപോലെ അലർജിക് റിയാക്ഷൻസ് കോസ് ചെയ്യാറുണ്ട്. ഓക്കെ, റെഡ് ഓക്സൈഡ് ഓഫ് ലെഡ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. ഇനി ബ്ലാക്ക് പെപ്പർ, കുരുമുളകിനകത്ത് പപ്പായ ഇല്ലേ, നമ്മുടെ കപ്പയ്ക്കയുടെ സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം പപ്പായ സീഡ്സ് ആഡ് ചെയ്യും. ബ്ലാക്ക് ബെറീസിൻ്റെ സീഡ്സൊക്കെ ഈ ബ്ലാക്ക് പെപ്പറിന് പകരം ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് പെപ്പറിനകത്ത് എന്താണ് വരിക? പപ്പായ സീഡ്സ്, അതേപോലെ ബ്ലാക്ക് ബെറീസിൻ്റെ സീഡ്സ് ഒക്കെയാണ് വരുന്നത്. ഇതിനകത്താണ് ബ്ലാക്ക് പെപ്പർ, കുരുമുളകിനകത്ത് വരുന്നതാണ് പപ്പായ സീഡ്സ് ആൻഡ് ബ്ലാക്ക് ബെറീസിൻ്റെ സീഡ്സ്. അത് മെയിനായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന സ്റ്റൊമക് ആൻഡ് സ്കിൻ ഇറിറ്റേഷൻസ് ആണ്. സ്റ്റൊമക്കിനും സ്കിന്നിനും ഇറിറ്റേഷൻസ് കോസ് ചെയ്യും. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് മിൽക്ക്, ടർമറിക് പൗഡർ, അതേപോലെ ചില്ലി പൗഡർ, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് അതൊക്കെയാണ് കൂടുതലും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ 3 എണ്ണത്തിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കേണ്ട എന്താണ്? ഏത് ഫുഡ് ഐറ്റം, അതിനകത്ത് ഏത് അഡൾട്ടറൻ്റ് ആണ് ആഡ് ചെയ്യുന്നത്, അതിൻ്റെ ഹെൽത്ത് എഫക്റ്റ് ഏതാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ 3 എണ്ണവും ക്ലിയർ ആണല്ലോ. ഗീ, ടർമറിക് പൗഡർ ഓൾറെഡി നമ്മൾ കണ്ടതാണ്, മെറ്റാലിൻ യെല്ലോ, അതിൻ്റെ കൂടെ റെഡ് ഓക്സൈഡ് ഓഫ് ലെഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ബ്ലാക്ക് പെപ്പർ, പപ്പായ സീഡ്സ് ആൻഡ് ബ്ലാക്ക് ബെറീസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കണ്ടാമിനൻസ് ക്ലിയർ ആണല്ലോ. ഓരോ ഫുഡിനകത്തും ആഡ് ചെയ്യുന്ന കണ്ടാമിനൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? അഡൾട്ടറേഷൻ എന്താണെന്ന് പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡൾട്ടറൻറ്റ് പഠിച്ചു അല്ലേ, പല ടൈപ്പ് ഓഫ് അഡൾട്ടറൻറ്റ് പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ പഠിച്ചതാണ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ഈ അഡൾട്ടറൻറ്റ് കാരണം നമുക്കുണ്ടാവുന്ന കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്. അപ്പം ഓരോ ഫുഡും അതിൻ്റെ അഡൾട്ടറൻറ്റും അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസും, ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഡെഫിനിഷൻസ് ഒന്നും അധികം അങ്ങനെ പഠിച്ചു വെക്കണമെന്നില്ല. എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇൻസിഡൻറ്റൽ, ആക്സിഡൻറ്റൽ, അതായത് ഇൻറ്റൻഷണൽ, ഇതിനകത്തൊക്കെ വരുന്ന എക്സാമ്പിൾസ് നന്നായിട്ട് നോക്കി വെച്ചേക്കാം. ചിലപ്പോൾ അത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്ന ഈ കണ്ടാമിനൻസിൻ്റെ പേരുകൾ അല്ലെങ്കിൽ അഡൾട്ടറൻറ്റിൻ്റെ പേരുകൾ പഠിച്ചു വെച്ചേക്കാം. ഓരോ ഫുഡിനകത്ത് വരുന്ന ഓരോ അഡൾട്ടറൻറ്റിൻ്റെയും പേരുകൾ പഠിച്ചു വെച്ചേക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ടർമറിക് പൗഡറിനകത്ത് വരുന്ന മെറ്റാലിൻ യെല്ലോ, സുഡാൻ റെഡ്, അതായത് ചില്ലി പൗഡറിൽ വരുന്ന സുഡാൻ റെഡ്, ഇതൊക്കെ പഠിച്ചു വെച്ചേക്കാം. ആൻഡ് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഈസ് ഫുഡ് അഡൾട്ടറേഷൻ? എന്താണ് ഫുഡ് അഡൾട്ടറേഷൻ എന്ന് പറയുന്നത്? അപ്പോൾ ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ദ എൻഹാൻസ്മെൻറ്റ് ഓഫ് ഫുഡ്സ് ന്യൂട്രീഷണൽ വാല്യൂ, ഫുഡിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടുന്ന സാധനമാണ്. ദ അഡിഷൻ ഓർ ഡിലീഷൻ ഓഫ് സബ്സ്റ്റൻസ് ടു ഓർ ഫ്രം ഫുഡ്, ഫുഡിൽ നിന്ന് സബ്സ്റ്റൻസ് ആഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അഫക്റ്റിംഗ് ഇറ്റ്സ് നാച്ചുറൽ കോമ്പോസിഷൻ ആൻഡ് ക്വാളിറ്റി. പിന്നെ വരുന്നത് പ്രിസർവേഷൻ ഓഫ് ഫുഡ് ഫോർ ലോങ്ങർ ഷെൽഫ് ലൈഫ്, ഫുഡിൻ്റെ പ്രിസർവേഷനെയാണ് നമ്മൾ അഡൾട്ടറേഷൻ എന്ന് പറയുന്നതെന്ന്. പിന്നെ പാക്കിംഗ് ഓഫ് ഫുഡ് ഇൻ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി മെറ്റീരിയൽ. ഓക്കെ, ഇതിലേതാണ്? ഞാൻ കുറച്ച് ടൈം തരാം, ഒന്ന് ജസ്റ്റ് ഈസി ആണല്ലേ, നമ്മൾ ഡെഫിനിഷൻ നോക്കിയതാണ്. എന്താണ് ഫുഡ് അഡൾട്ടറേഷൻ എന്ന് പറയുന്നത്? ആഡ് ചെയ്ത് കൊടുക്കുകയും അതേപോലെ റിമൂവ് ചെയ്യുകയും ചെയ്യാണ് എന്ത്, ചില സബ്സ്റ്റൻസ് ടു ആൻഡ് ഫ്രം ദ ഫുഡ്, അതിൻ്റെ നാച്ചുറൽ കോമ്പോസിഷനെ അഫക്റ്റ് ചെയ്യുകയും അതേപോലെ അതിൻ്റെ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. സോ അപ്പോൾ ഏത് വരും? ഇതാണ് ആൻസറിൽ വരുന്നത്. സോ ദ അഡിഷൻ ഓർ ഡിലീഷൻ ഓഫ് സബ്സ്റ്റൻസ് ടു ഓർ ഫ്രം ഫുഡ് അഫക്റ്റിംഗ് ഇറ്റ്സ് നാച്ചുറൽ കോമ്പോസിഷൻ ആൻഡ് ക്വാളിറ്റി, അതിനെയാണ് ഫുഡ് അഡൾട്ടറേഷൻ എന്ന് വിളിക്കുക. പ്രിസർവേഷൻ, ഫുഡ് പ്രിസർവേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ അത്. സോ ആൻസർ നോക്കിക്കേ, the addition or deletion of substance to or from food affecting its natural composition and quality.
ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഫുഡ് അഡൾട്ടറൻറ്റ്? എന്താണ് ഫുഡ് അഡൾട്ടറൻറ്റ് എന്ന് പറയുന്നത്? ഫുഡ് അഡൾട്ടറൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സബ്സ്റ്റൻസസ് ദാറ്റ് എൻഹാൻസസ് ദ ഫ്ലേവർ ഓഫ് ഫുഡ്. ഫ്ലേവർ ഓഫ് ഫുഡ് എൻഹാൻസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ദാറ്റ് റെഡ്യൂസ് ദ ന്യൂട്രീഷണൽ വാല്യൂ ആൻഡ് കോസ് കണ്ടാമിനേഷൻ, preservative that extend the shelf life of food, ingredient used to fortify food. ഇതിൽ ഏതാണ് ഫുഡ് അഡൾട്ടറൻറ്റ് എന്ന് പറയുന്നത്? എന്താണ് ഫുഡ് അഡൾട്ടറൻറ്റ് എന്ന് പറയുന്നത്? ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ദ ഫുഡ് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് റെഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ അഡൾട്ടറൻറ്റ് എന്ന് വിളിക്കുക. സോ ഒന്ന് നോക്കിക്കേ, ആൻസർ ഏതാണ് വരിക? ദ സബ്സ്റ്റൻസസ് ദാറ്റ് റെഡ്യൂസസ് ദ ന്യൂട്രീഷണൽ വാല്യൂ ആൻഡ് കോസ് കണ്ടാമിനേഷൻ ടു ഫുഡിൽ കണ്ടാമിനേഷൻ കോസ് ചെയ്യുകയും ഫുഡിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫുഡ് അഡൾട്ടറൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ അഡൾട്ടറേഷനും അഡൾട്ടറൻറ്റും ക്ലിയർ ആണല്ലോ. അഡൾട്ടറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫുഡിൻ്റെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അതിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? പ്രോഫിറ്റിന് വേണ്ടിയാണ്. സോ അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്ത് പറ്റും? ഫുഡിൻ്റെ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുകയാണ്. സോ ആ സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ അഡൾട്ടറൻറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, സോ അതാണ് ഫുഡ് അഡൾട്ടറേഷൻ ആൻഡ് ഫുഡ് അഡൾട്ടറൻറ്റ്. രണ്ടും ക്ലിയർ ആണല്ലോ. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഇൻറ്റൻഷണൽ അഡൾട്ടറൻറ്റ്? ഇൻറ്റൻഷണൽ അഡൾട്ടറൻറ്റിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഇതിൽ ഏതാണ്? ഇൻറ്റൻഷണൽ, പർപ്പസ്ഫുള്ളി ആഡ് ചെയ്യുന്നത് അല്ലേ? പെസ്റ്റിസൈഡ് റെസിഡ്യൂ, ഡ്രോപ്പിംഗ് ഓഫ് റോഡൻസ്, സാൻഡ് ആൻഡ് ചോക്ക് പൗഡർ, ലാർവേ ഇൻ ഫുഡ്. ഇതിലേതാണ് ഇൻറ്റൻഷനലി അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി നമ്മൾ ഫുഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ഇതിലേതാണ്? പെസ്റ്റിസൈഡ് റെസിഡ്യൂ ആണോ, ഡ്രോപ്പിംഗ് ഓഫ് റോഡൻസ് ആണോ, സാൻഡ് ആൻഡ് ചോക്ക് പൗഡർ ആണോ, ലാർവേ ഇൻ ഫുഡ് ആണോ? ഏതാണ്? ഒന്ന് ആലോചിച്ചേ, ഏതാണ് നമ്മൾ ഇത് ഇൻറ്റൻഷണൽ അഡൾട്ടറൻറ്റിൽ വരുന്ന ഏതാണ്? ഇതിൽ സാൻഡ് ആൻഡ് ചോക്ക് പൗഡർ ആണ്. സാൻഡ് ആൻഡ് ചോക്ക് പൗഡർ ആണ് വരുന്നത്. ഓക്കെ, സാൻഡ് ആൻഡ് ചോക്ക് പൗഡർ. ബാക്കി ഈ മൂന്നെണ്ണം ഇതിലാണ് വരുന്നത്. ഇത് ആക്സിഡൻ്റലാണ് ഇത് മൂന്നെണ്ണം വരുന്നത്. പെസ്റ്റിസൈഡ് റെസിഡ്യൂ, അതേപോലെ ലാർവേ ഇൻ ഫുഡ് ആൻഡ് ഡ്രോപ്പിംഗ് ഓഫ് റോഡൻസ്. ഇതെല്ലാം എന്താണ്? ആക്സിഡൻ്റലിനകത്ത് വരുന്നതാണ് അല്ലെങ്കിൽ ഇൻസിഡൻ്റൽ. ഇത് മൂന്നെണ്ണം ഇൻസിഡൻ്റൽ അല്ലെങ്കിൽ ആക്സിഡൻ്റലിനകത്ത് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻസിഡൻ്റൽ അഡൾട്ടറൻറ്റ് അല്ലെങ്കിൽ ആക്സിഡൻ്റൽ അഡൾട്ടറൻറ്റ് എന്നും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കി, ടോക്ക് ആൻഡ് മാർബിൾ ചിപ്സ്, മിനറൽ ഓയിൽ ആൻഡ് ഹാംഫുൾ കളേഴ്സ്, പെസ്റ്റിസൈഡ് റെസിഡ്യൂ ആൻഡ് റോഡ് ആൻഡ് ഡ്രോപ്പിംഗ്, വാട്ടർ ആൻഡ് ചോക്ക് പൗഡർ. ഈസി ആണല്ലേ? ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ചോക്കും മാർബിൾ ചിപ്സും മിനറൽ ഓയിലും ഹാംഫുൾ കളറും വാട്ടറും ചോക്ക് പൗഡറും ഒക്കെ നമ്മൾ എന്താ ചെയ്യുക? പർപ്പസ്ഫുള്ളി ആഡ് ചെയ്യുകയാണ്. വെറാസ് പെസ്റ്റിസൈഡ് റെസിഡ്യൂ ആൻഡ് റോഡ് ആൻഡ് ഡ്രോപ്പിംഗ്സ് എന്തായിരിക്കും? അറിയാതെ പെട്ടുപോകുന്നതാണ് അതിനകത്ത്. സോ അവരാണ് ഇൻസിഡൻ്റൽ അഡൾട്ടറൻറ്റിനകത്ത് വരുന്നത്. സോ പെസ്റ്റിസൈഡ് റെസിഡ്യൂ ആൻഡ് റോഡ് ആൻഡ് ഡ്രോപ്പിംഗ് ഒക്കെ ഇൻസിഡൻ്റൽ അഡൾട്ടറൻറ്റിനകത്ത് വരുന്നതാണ്. ഓക്കെ, ബാക്കി ഈ മൂന്നെണ്ണം എന്തിനകത്താണ് വരുന്നത്? ഈ മൂന്നെണ്ണവും കൂടെ ഇൻറ്റൻഷണലിനകത്ത് വരുന്നതാണ്. ഓക്കെ, ഇൻറ്റൻഷണൽ അഡൾട്ടറൻറ്റിനകത്ത് വരുന്നതാണ് ബാക്കി മൂന്നെണ്ണം. ഓക്കെ ആണല്ലോ? അപ്പം ഇൻറ്റൻഷണൽ ആൻഡ് ഇൻസിഡൻ്റൽ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റൻഷണൽ എന്ന് പറയുന്ന പർപ്പസ്ഫുള്ളി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഫോർ ദ പ്രോഫിറ്റ്. ആൻഡ് ഇൻസിഡൻ്റൽ അല്ലെങ്കിൽ ആക്സിഡൻ്റൽ എന്ന് പറയുന്നത് എന്താണ്? അറിയാതെ പെട്ടുപോകുന്നതാണ് അതിനകത്ത്. ഓക്കെ, അത് രണ്ടും ഓർക്കുക. അത് രണ്ടുമാണ് ടൈപ്പ് ഓഫ് അഡൾട്ടറൻറ്റിൽ നമ്മൾ ആദ്യം നോക്കിയ രണ്ടെണ്ണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following is considered a metallic contaminant in food adulteration? Food adulterationൽ മെറ്റാലിക് കണ്ടാമിനൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതിലേതാണ്? കാൽഷ്യം ഫ്രം വാട്ടർ, ആർസനിക് ഫ്രം പെസ്റ്റിസൈഡ്, സോഡിയം ഫ്രം സോൾട്ട് ആൻഡ് ഫോസ്ഫറസ് ഫ്രം ഫെർട്ടിലൈസർ. ഓക്കെ, ഒന്ന് ആലോചിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. ഒറ്റയടിക്ക് നമുക്കറിയാം, നമ്മൾ എക്സാമ്പിളിൽ ഓൾറെഡി പഠിച്ചതാണ്. അല്ലാതെ ഇപ്പം കാൽഷ്യം ഫ്രം വാട്ടറിൽ നിന്ന് കാൽഷ്യം വരുവാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാൽഷ്യം ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഹെൽത്ത്, അല്ലെങ്കിൽ നമുക്ക് ബോൺസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. സോൾട്ടിൽ നിന്ന് നമുക്ക് വേണ്ടത് തന്നെ സോഡിയമാണ്. സോഡിയം വരുന്നത് പ്രോബ്ലം ഉണ്ടോ? ഇല്ല. ഫെർട്ടിലൈസേഴ്സിൽ നിന്ന് ഫോസ്ഫറസ് വരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടോ? സോ അല്ലെങ്കിൽ ആ ഫുഡിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ?
ഇല്ല. സോ ഇതൊന്നും എന്തിനകത്ത് വരുന്നില്ല, മെറ്റാലിക് കണ്ടാമിനൻറ്റിൽ വരുന്നില്ല. മെറ്റാലിക് കണ്ടാമിനൻറ്റിൽ വരുന്ന ഏതാണ്? ആർസനിക് ഫ്രം പെസ്റ്റിസൈഡ്സ്. പെസ്റ്റിസൈഡ്സിൽ നിന്ന് ആർസനിക് വരുന്നതാണ് മെറ്റാലിക് കണ്ടാമിനൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള. സോ ആർസനിക് ഫ്രം പെസ്റ്റിസൈഡ്സ് ആണ് എന്തിൽ വരിക? മെറ്റാലിക് കണ്ടാമിനൻറ്റിൽ വരുന്നത്. ഓക്കെ, ഇപ്പം മെറ്റാലിക് കണ്ടാമിനൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ വാട്ടർ, ലെഡ് ഫ്രം വാട്ടർ മെറ്റാലിക് കണ്ടാമിനൻറ്റിൽ വരുന്നതാണ്. പിന്നെ ടിൻ ഫ്രം ക്യാനിൽ നിന്ന് ടിൻ വരുന്നതും അത് മെറ്റാലിക് കണ്ടാമിനൻറ്റിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ടൈപ്പ് ഓഫ് അഡൾട്ടറന്റ് ഇൻക്ലൂഡ് ദ അഡിഷൻ ഓഫ് പോയിസണസ് ഓർ ഡിലീറ്ററിയസ് സബ്സ്റ്റൻസ്? ഏത് ടൈപ്പ് ഓഫ് അഡൾട്ടറന്റ് ആണ് ഇതിൽ അഡിഷൻ ഓഫ് പോയിസണസ് അല്ലെങ്കിൽ ഡിലീറ്ററിയസ് സബ്സ്റ്റൻസിൽ വരുന്നത്? ഏതാണ്? അഡിഷൻ ഓഫ് പോയിസണസ് സബ്സ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതിനകത്തായിരിക്കും അത് വരിക? ഫിൽറ്റ് ആൻഡ് ഫോറിൻ മാറ്ററിലാണോ വരിക? അല്ല. മൈക്രോബയോളജിക്കൽ കണ്ടാമിനേഷനിലാണോ വരിക? അല്ല. ഇൻസിഡൻറ്റിലാണോ? അല്ല. ഇതെന്താണ്? നമ്മൾ പർപ്പസ്ഫുള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ത്? പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ. അപ്പം അത് ഇതിലായിരിക്കും വരിക? ഇന്റൻഷണലായിരിക്കും അത് പ്ലേസ് ചെയ്യാം. ഇന്റൻഷണൽ ആയിട്ടുള്ള അഡൾട്ടറന്റുകളാണ് മെയിനായിട്ടും ഈ പോയിസണസ് ആൻഡ് ഡിലീറ്ററിയസ് സബ്സ്റ്റൻസ് ആയിട്ട് വരുന്നത്. സോ ഇന്റൻഷണൽ അഡൾട്ടറന്റിലാണ് ഈ ഒരു ക്ലാസ് ഉൾപ്പെടുന്നത് കേട്ടോ. ഇന്റൻഷണൽ അഡൾട്ടറന്റ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സബ്സ്റ്റൻസ് ഈസ് കോമൺലി യൂസ് ടു അഡൾട്ടറേറ്റ് മിൽക്ക്? മിൽക്കിനെ അഡൾട്ടറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഇതിലേതാണ്? ചോക്ക് പൗഡർ, കോപ്പർ സൾഫേറ്റ്, ആർസെനിക്, മെറ്റാലിൻ യെല്ലോ. ഇതിലേതാണ് നമ്മൾ മിൽക്കിനകത്ത് ആഡ് ചെയ്യുന്നത്? പലതും ഉണ്ടല്ലേ. യൂറിയ വരുന്നുണ്ട്, ഹൈഡ്രജൻ പെറോക്സൈഡ് വരുന്നുണ്ട്, അങ്ങനെ പലത് വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം ഇവിടെ ഉണ്ട്. ഏതാണത്? ഏതാണ്? ചോക്ക് പൗഡറാണ്. ചോക്ക് പൗഡറാണ് നമ്മൾ മിൽക്കിൽ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മിൽക്കിനെ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ മെറ്റാലിൻ യെല്ലോ നമ്മൾ എവിടെയാണ് ആഡ് ചെയ്യുക? ടർമറിക്കിലാണ് കേട്ടോ. ടർമറിക് പൗഡറിലാണ് നമ്മൾ മെറ്റാലിൻ യെല്ലോ ആഡ് ചെയ്യുന്നത്. അത് ഓർത്ത് വെച്ചേക്കാം, ടർമറിക് പൗഡറിലാണ്. ഓക്കെ, അപ്പം ചോക്ക് പൗഡർ, പിന്നെ വേറെ എന്തൊക്കെ ആഡ് ചെയ്യും? യൂറിയ ആഡ് ചെയ്യാറുണ്ട്, ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യുന്നുണ്ട്, സ്റ്റാർച്ച്, പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സാധനം മറന്നുപോയത് വാട്ടറും ഒക്കെ എന്താണ്? മിൽക്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന അഡൾട്ടറൻ്റ് ആണ്. ഇതെല്ലാം മിൽക്കിൽ ആഡ് ചെയ്യുന്ന അഡൾട്ടറൻ്റ് ആണ് ഇതെല്ലാം. പിന്നെ ഫോമാലിനൊക്കെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഫോമാലിനൊക്കെ മിൽക്കിൽ വരുന്ന ഒരു അഡൾട്ടറൻ്റ് ആണ്. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹെൽത്ത് എഫക്റ്റ് ക്യാൻ റിസൾട്ട് ഫ്രം കൺസ്യൂമിങ് അഡൾട്ടറേറ്റഡ് ഷുഗർ ഓർ സോൾട്ട്? അഡൾട്ടറേറ്റഡ് ഷുഗർ ഓർ സോൾട്ട് കാരണം നമുക്ക് ഉണ്ടാവുന്ന കണ്ടീഷൻ ഏതാണ്? ഓക്കെ, അഡൾട്ടറേറ്റഡ് ഷുഗർ ഓർ സോൾട്ട്. അപ്പോൾ ആലോചിക്കാം, ഷുഗർ ഓർ സോൾട്ടിനകത്ത് നമ്മൾ അഡൾട്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ആഡ് ചെയ്യുക? ചോക്ക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ വൈറ്റ് സാൻഡ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് കാരണം നമുക്ക് ഉണ്ടാവുന്ന കണ്ടീഷൻ ഇതിൽ ഏതായിരിക്കും? ഹാർട്ട് പ്രോബ്ലം, ക്യാൻസർ, സ്റ്റൊമക് ഡിസോർഡേഴ്സ് ആൻഡ് ഡയബറ്റീസ്. ഇതിലേതായിരിക്കും വരിക? സ്റ്റൊമക് ഡിസോർഡേഴ്സ് ആണ് മെയിനായിട്ടും കോസ് ചെയ്യുക. അപ്പം സ്റ്റൊമക് ഡിസോർഡേഴ്സ് ആണ് വരുന്നത്. സോ ഏതൊക്കെയാണ് അഡൾട്ടറേറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്നത്? വൈറ്റ് സാൻഡ് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്താ ആഡ് ചെയ്യുന്നുണ്ട്? ചോക്ക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ചോക്ക് പൗഡർ, വൈറ്റ് സാൻഡ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഷുഗർ ആൻഡ് സോൾട്ടിനെ അഡൾട്ടർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ കോസ് വാട്ട്? സ്റ്റൊമക് ഡിസോർഡേഴ്സ്. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ അഡൾട്ടറന്റ് ഫൗണ്ട് ഇൻ ടർമറിക് പൗഡർ? ടർമറിക് പൗഡറിൽ കോമൺ ആയിട്ട് കാണുന്ന അഡൾട്ടറന്റ് ഇതിൽ ഏതാണ്? ടർമറിക് പൗഡറിൽ കോമൺ ആയിട്ട് കാണുന്ന അഡൾട്ടറന്റ് ഏതാണ്? ഈസി ആണല്ലേ ഇത്. സോ സുഡാൻ റെഡ്, മെറ്റാലിൻ യെല്ലോ, റെഡ് ബ്രിക്ക് പൗഡർ, ടോൽക്ക്. ഇതിൽ ഈസി ആയിട്ട് നമുക്ക് കളർ വെച്ചിട്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് റെഡാണ്, ഇതാണ്ട് റെഡ് ബ്രിക്ക് കളർ, അത് റെഡാണ്. ടോൽക്ക് വൈറ്റ് ആണ്. സോ ടർമറിക് പൗഡർ എന്ന് പറയുന്നത് എന്താണ്? യെല്ലോ ആണ്. സോ ഇത് ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും അല്ലേ. സോ മെറ്റാലിൻ യെല്ലോ ആണ് ആൻസർ ആയിട്ട് വരും. സോ മെറ്റാലിൻ യെല്ലോ ആണ് നമ്മൾ ടർമറിക് പൗഡറിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. മെറ്റാലിൻ യെല്ലോ. പിന്നെ ലെഡിൻ്റെ റെഡ് ഓക്സൈഡും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ മെറ്റാലിൻ യെല്ലോയുടെ എഫക്റ്റ് എന്താണ്? ഇറ്റ് ക്യാൻ കോസ് ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ കോസ് ചെയ്യാൻ പറ്റും. ട്യൂമർ ആൻഡ് ക്യാൻസർ കോസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പം അഡൾട്ടറന്റ് ഫൗണ്ട് ഇൻ ടർമറിക് പൗഡർ ഇമ്പോർട്ടൻറ്റ് മെറ്റാലിൻ യെല്ലോ. സുഡാൻ റെഡും റെഡ് ബ്രിക്ക് കളറും നമ്മൾ ഇതിനകത്താണ് ആഡ് ചെയ്യുക? ചില്ലി പൗഡറിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചില്ലി പൗഡറിലാണ് ഇത് ആഡ് ആവുന്നത്. ഓക്കെ, ക്ലിയർ?
സോ നെക്സ്റ്റ് വൺ, what health risk is associated with adulteration of tea powder with used tea leaves and dyes? അപ്പം യൂസ്ഡ് ടീ ലീവ്സും അതേപോലെ ഡൈസും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടീ പൗഡറിനെ അഡൾട്ടർ ചെയ്യാറുണ്ട്, അതിനകത്ത് അഡൾട്ടറേഷൻ ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഏത് പ്രോബ്ലമാണ് ഇതിനകത്ത് വരിക? ഏത് പ്രോബ്ലമാണ്? സ്കിൻ ഇറിറ്റേഷൻ, ലിവർ ഇൻഫെക്ഷൻ, ഡയറിയ ആൻഡ് ക്യാൻസർ. ഇത് ഏതാണ്? ഡൈ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഡൈ യൂസ് ചെയ്യുന്നത് വഴി നമുക്കുണ്ടാവുന്ന ഏതാണ്? ലിവർ ഇൻഫെക്ഷൻ ആണ് കോസ് ചെയ്യുന്നത്. ലിവർ ഇൻഫെക്ഷൻ ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, ഡൈയും യൂസ്ഡ് ടീ ലീവ്സും ആണ്. സോ അത് കാരണം ലിവർ ഇൻഫെക്ഷൻസ് ആണ് കൂടുതലായിട്ടും വരുന്നത്. ക്ലിയർ? പിന്നെ സ്റ്റൊമക് ഡിസോർഡേഴ്സ്, അതായത് ഡയറിയ വരുന്നത് എപ്പോഴാണ്? നമ്മൾ കോഫി ബീൻസിന് ടർമറിൻ സീഡ്സ് കൊണ്ട് നമ്മൾ ഓൾട്ടർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഡയറിയൊക്കെ കോസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ക്യാൻസർ നമുക്ക് മെയിനായിട്ടും ഈ മെറ്റാലിൻ യെല്ലോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്താണ് ക്യാൻസർ പോലത്തുള്ള, അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴൊക്കെയാണ് ക്യാൻസർ പോലത്തുള്ള കണ്ടീഷൻസ് കോസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ്, വിച്ച് ഫുഡ് ഐറ്റം ഈസ് കോമൺലി അഡൾട്ടറേറ്റ് വിത്ത് സുഡാൻ റെഡ്? സുഡാൻ റെഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന സാധനമേ ഉള്ളൂ. ഒന്ന് നോക്കിക്കേ, മിൽക്ക്, ചില്ലി പൗഡർ, ഹണി, ഗീ. ഇതിലേതാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. സുഡാൻ റെഡ് വെച്ചിട്ട് അഡൾട്ടേർഡ് ചെയ്യുന്ന ഫുഡ് ഐറ്റം ഇതിലേതാണ്? ചില്ലി പൗഡറാണ്. ചില്ലി പൗഡറാണ് നമ്മൾ സുഡാൻ റെഡ് വെച്ചിട്ട് അഡൾട്ടേർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ്, വാട്ട് ആർ ദ പോസിബിൾ ഹെൽത്ത് എഫക്റ്റ് ഓഫ് കൺസ്യൂമിങ് സ്വീറ്റ് അഡൾട്ടേർഡ് വിത്ത് മെറ്റാലിൻ യെല്ലോ? മെറ്റാലിൻ യെല്ലോ യൂസ് ചെയ്ത് അഡൾട്ടേർഡ് ചെയ്തിട്ടുള്ള സ്വീറ്റ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് വഴി നമുക്കുണ്ടാവുന്ന കണ്ടീഷൻ ഇതിലേതാണ്, അല്ലെങ്കിൽ എന്ത് കണ്ടീഷൻ വരാനാണ് ചാൻസ് കൂടുതൽ? ഡയബറ്റിസ്, ഒബിസിറ്റി, ട്യൂമർ ആൻഡ് ക്യാൻസർ, ഹാർട്ട് പ്രോബ്ലംസ്. ഇതിലേതാണ്? മെറ്റാലിൻ യെല്ലോ എപ്പോഴും ഓർക്കുക. മെറ്റാലിൻ യെല്ലോ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് അല്ലെങ്കിൽ ഡൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതൽ നമുക്ക് ഈ ട്യൂമർ ആൻഡ് ക്യാൻസേഴ്സ് ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇങ്ങനത്തെ കളേഴ്സൊക്കെ കൂടുതൽ വരുമ്പോൾ ഈ ട്യൂമർ ആൻഡ് ക്യാൻസേഴ്സ് ആണ് വരാൻ ചാൻസ് കൂടുതൽ. സോ മെറ്റാലിൻ യെല്ലോയുടെ അപ്പം ഇവിടെ നിന്ന് 3 പോയിന്റ് കിട്ടും. മെറ്റാലിൻ യെല്ലോ നമ്മൾ ടർമറിക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ സ്വീറ്റ്സിലും നമ്മൾ അഡൾട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ കോസ് ട്യൂമർ ആൻഡ് ക്യാൻസർ. ഈ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഈ ഇത്രയും പോയിന്റുകൾ പഠിച്ചു വെച്ചിരിക്കുക. സ്വീറ്റിലും അതേപോലെ ടർമറിക് പൗഡറിലും അഡൾട്ടറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മെറ്റാലിൻ യെല്ലോ ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ കോസ് ട്യൂമർ അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ട്യൂമർ ആൻഡ് ക്യാൻസർ. ക്ലിയർ അല്ലേ? അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഈസ് ഹണി കോമൺലി അഡൾട്ടേർഡ്? ഹണീനെ നമ്മൾ എങ്ങനെയാണ് അഡൾട്ടറേറ്റഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? അഡൾട്ടറേഷൻ നടത്തുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ് ഹണീനെ? ചോക്ക് പൗഡർ, യൂറിയ, കോൺ സിറപ്പ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ ഇതിൽ ചോക്ക് പൗഡറും യൂറിയയും ഹൈഡ്രജൻ പെറോക്സൈഡും നമ്മൾ ഒരെണ്ണത്തിൽ പഠിച്ചു. ഏതിലാണ് ഈ പഠിച്ചത്? ഈ 3 എണ്ണവും നമ്മൾ ഏതിലാണ് പഠിച്ചത്? മിൽക്കിൻ്റെ അഡൾട്ടറേഷനിലാണ് നമ്മൾ പഠിച്ചത്. മിൽക്കിനെ അഡൾട്ടർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചോക്ക് പൗഡറും യൂറിയയും അതേപോലെ ഹൈഡ്രജൻ പെറോക്സൈഡും യൂസ് ചെയ്തത്. വെറസ് കോൺ സിറപ്പാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഹണിയുടെ അഡൾട്ടറേഷൻ നടത്താൻ. അതേപോലെ ജാഗറി, ശർക്കര, പഞ്ചസാര, ഇതൊക്കെ നമ്മൾ ഹണി അഡൾട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കോൺ സിറപ്പ്, പിന്നെ എന്ത് വരുന്നുണ്ട്? ഷുഗർ വരുന്നുണ്ട്, ജാഗറി, ഇതെല്ലാം എന്തിനകത്ത് വരുന്നുണ്ട്? ഹണിയുടെ അഡൾട്ടറേഷനകത്ത് വരുന്നതാണ്. ഓക്കെ, ഈ 3 എണ്ണം എന്തിൽ വരും? ചോക്ക് പൗഡറും യൂറിയയും ഹൈഡ്രജൻ പെറോക്സൈഡും മിൽക്കിൻ്റെ അഡൾട്ടറേഷനകത്താണ് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ആർ ദ ഹെൽത്ത് എഫക്റ്റ് ഓഫ് കൺസ്യൂമിങ് ഹണി അഡൾട്ടേർഡ് വിത്ത് ജാഗറി? ജാഗറി വെച്ച് അഡൾട്ടറേറ്റ് ചെയ്ത ഹണി നമ്മൾ കൺസ്യൂം ചെയ്യുമ്പം നമുക്കുണ്ടാവുന്ന ഹെൽത്ത് എഫക്റ്റ് ഏതാണത്? ഒബിസിറ്റി ആൻഡ് ഡയബറ്റിസ്, ട്യൂമർ ആൻഡ് ക്യാൻസർ, സ്റ്റൊമക് ഡിസോർഡേഴ്സ്, ഹാർട്ട് പ്രോബ്ലംസ്. ഈസി ആണല്ലേ? പഞ്ചസാര, അപ്പോൾ ആലോചിക്കണം, പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഡയബറ്റിസ് ആൻഡ് ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ഒബിസിറ്റി. അപ്പം അതാണ് കറക്റ്റ് ആൻസർ. ഏതാണ്? ഒബിസിറ്റി ആൻഡ് ഡയബറ്റിസ് ആണ് എന്തിൽ വരിക? ഹണി അഡൾട്ടറേറ്റഡ് വിത്ത് ജാഗറിയിൽ വരുന്നത്. ഓക്കെ, ഷുഗറിൽ ചോദിക്കുവാണെങ്കിലും ഇതേ സെയിം ഹെൽത്ത് എഫക്റ്റ് തന്നെയാണ്. ഇനി അടുത്ത് നോക്കിയേ, വാട്ട് ഈസ് എ കോമൺ അഡൾട്ടറന്റ് ഫൗണ്ട് ഇൻ ഗീ? ഗീയിൽ കോമൺ ആയിട്ട് കാണുന്ന
ഒരു അഡൾട്ടറൻറ്റ് എന്ന് പറയുന്നത്. ഗീക്കകത്ത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു അഡൾട്ടറൻറ്റ്. മെറ്റാലിൻ യെല്ലോ, വനസ്പതി, ചോക്ക് പൗഡർ, സുഡാൻ റെഡ്. ഇതിലേതാണ്? മെറ്റാലിൻ യെല്ലോ നമ്മൾ എവിടെയാണ് ആഡ് ചെയ്യുക? ടർമറിക്കിലാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ടർമറിക് പൗഡറിൽ. ചോക്ക് പൗഡർ നമ്മൾ കൂടുതലും വൈറ്റ് കളർ വരുന്നതിനകത്തും അതേപോലെ മിൽക്ക്, പിന്നെ നമ്മൾ സോൾട്ടിനകത്തും ഇതിലൊക്കെയാണ് ചോക്ക് പൗഡർ ആഡ് ചെയ്യുക. പിന്നെ സുഡാൻ റെഡ് നമ്മൾ എവിടെ ആഡ് ചെയ്യുക? ചില്ലി പൗഡറിനകത്താണ് നമ്മൾ സുഡാൻ റെഡ് ആഡ് ചെയ്യുന്നത്. വെറാസ് വനസ്പതിയാണ് എന്തിൽ വരിക? ഗീയിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും പോയിന്റുകൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് പഠിക്കുകയാണ്. മെറ്റാലിൻ യെല്ലോ ടർമറിക് പൗഡറിലാണ് ആഡ് ചെയ്യുക. ചോക്ക് പൗഡർ മിൽക്ക് ആൻഡ് സോൾട്ടിൽ വരുന്നുണ്ട്. സുഡാൻ റെഡ് ചില്ലി പൗഡറിൽ വരുന്നുണ്ട്. ആൻഡ് വനസ്പതിയാണ് എന്തിൽ വരിക? ഗീയിൽ വരുന്നത്. ഓക്കെ, സോ അതാണ് ഈ അഡൾട്ടറൻറ്റ് വനസ്പതി. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വാട്ട് ക്യാൻ ബി ദ ഹെൽത്ത് എഫക്ട്സ് ഓഫ് കൺസ്യൂമിങ് ഗീ അഡൾട്ടറേറ്റഡ് വിത്ത് ചീപ്പർ ഓയിൽസ്? ചീപ്പർ ഓയിൽ വെച്ച് അഡൾട്ടർ ചെയ്തിട്ടുള്ള ഗീ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പം നമുക്കുണ്ടാവുന്നത് ഇതിലേതാണ്? ഒബിസിറ്റി, ട്യൂമർ, അക്യൂട്ട് റീനൽ ഫെയിലിയർ, ലിവർ ഇൻഫെക്ഷൻ. നമ്മൾ കണ്ടതാണ്. ഏതാണ്? ഗീയുടെ അഡൾട്ടറേഷൻ വഴി നമുക്കുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അക്യൂട്ട് റീനൽ ഫെയിലിയർ. ഒബിസിറ്റി നമ്മൾ മെയിനായിട്ടും ഹണിയുടെ അഡൾട്ടറേഷനിലാണ് കണ്ടത്. ട്യൂമർ നമ്മൾ ഈ ഫുഡ് കളറൊക്കെ ഇല്ലേ, കളർ കൂടുതലും ഡൈസ് യൂസ് ചെയ്യുന്നതിലാണ് ഈ ട്യൂമർ മെയിനായിട്ട് വരിക. ആൻഡ് ലിവർ ഇൻഫെക്ഷൻ നമ്മൾ ടീ പൗഡറിൽ കണ്ടായിരുന്നല്ലേ, ടീ പൗഡറിൽ അഡൾട്ടറേഷൻ വരുമ്പോഴാണ് ലിവർ ഇൻഫെക്ഷൻ വന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം അക്യൂട്ട് റീനൽ ഫെയിലിയർ ആണ് ഗീ അഡൾട്ടറേഷനിൽ നമുക്ക് കോസ് ചെയ്യുന്ന ഹെൽത്ത് ഇഫക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the common adulterant turmeric powder that cause severe allergic reaction? Allergic reaction ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന് വരാം. ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടർമറിക് പൗഡറിലുള്ള കോമൺ അഡൾട്ടറൻറ്റ് ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ വരാം. അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സിവിയർ അലർജിക് റിയാക്ഷൻ തരുന്ന ഒരു കമ്പോണൻറ്റ് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അഡൾട്ടറൻറ്റ് ഏതാണെന്നും ചോദിക്കാം. ഓപ്ഷൻ സുഡാൻ റെഡ്, മെറ്റാലിൻ യെല്ലോ, ചോക്ക് പൗഡർ ആൻഡ് യൂറിയ. ഇതിലേതാണ്? നമുക്കിതിൽ നിന്ന് ആകെ ഒരേ ഒരാളേ ഉള്ളൂ ടർമറിക്കിൽ അഡൾട്ടറൻ്റ് ആയിട്ട് വരുന്ന, അയാൾ തന്നെയാണ് മെറ്റാലിൻ യെല്ലോ തന്നെയാണ്. ഇനിയിപ്പോൾ സുഡാൻ റെഡ് ആരുടെയാണ്? ആർക്കാണ് ആഡ് ചെയ്യുക? ചില്ലി പൗഡറിലാണ് ആഡ് ചെയ്യുന്നത്. ചില്ലി പൗഡറിലാണ് സുഡാൻ റെഡ് അഡൾട്ടറൻ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. ചോക്ക് പൗഡർ നമ്മൾ കണ്ടു, മിൽക്കിൽ ആഡ് ചെയ്യുന്നുണ്ട്, സോൾട്ടിലും ആഡ് ചെയ്യുന്നുണ്ട്, യൂറിയ മിൽക്കിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മിൽക്കിൽ വേറെ ആരൊക്കെ ഉണ്ട്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട്, ഫോമാലിൻ ഉണ്ട്, വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് മിൽക്കിൽ വരുന്നത്. ഓക്കെ ആണല്ലോ ഇത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഹെൽത്ത് എഫക്റ്റ് ഓഫ് കൺസ്യൂമിങ് ഫുഡ് കണ്ടാമിനേറ്റഡ് വിത്ത് സാൽമണല്ല? സാൽമണല്ല അതായത് മൈക്രോ ഓർഗാനിസം വരാണ്. മൈക്രോ ഓർഗാനിസം വരുന്ന സാൽമണല്ല കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് വഴി നമുക്കുണ്ടാവുന്നത് എന്താവാം? ഏതാണ്? ഫുഡ് പോയ്സണിങ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പം ഒബിസിറ്റി, ട്യൂമർ, സ്റ്റൊമക് ഡിസോർഡർ, ഹാർട്ട് പ്രോബ്ലം ഏതായിരിക്കും? ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ? കാരണം സ്റ്റൊമക് ഡിസോർഡേഴ്സ് ആണ്. കാരണം അതൊരു ഫുഡ് പോയ്സണിങ് പോലാണ് ഈ സാൽമണലൊക്കെ വരുന്ന സമയത്ത്. സോ ഇറ്റ് ക്യാൻ കോസ് സ്റ്റൊമക് ഡിസോർഡേഴ്സ്. സ്റ്റൊമക് ഡിസോർഡേഴ്സ് ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒബിസിറ്റി ഒന്നും കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ, ഒബിസിറ്റി നമുക്ക് മെയിനായിട്ട് ഹണി അഡൾട്ടറേഷനിലാണ്. ട്യൂമർ നമ്മൾ ഡൈസ് യൂസ് ചെയ്യുന്ന സമയത്താണ് ട്യൂമർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is considered as filth and foreign matter in food? ഫുഡിൽ ഫിൽത്ത് ആൻഡ് ഫോറിൻ മാറ്റർ ആയിട്ട് ഇതിൽ ആരെയാണ് കൺസിഡർ ചെയ്യുന്നത്? ഓക്കെ, അതിൻ്റെ അണ്ടറിൽ നമ്മൾ കുറേ എണ്ണം പഠിച്ചല്ലേ. അപ്പോൾ അതിൽ ഏതൊക്കെ വരുന്നു എന്ന് നോക്കി. പെസ്റ്റിസൈഡ് റെസിഡ്യൂ, മിനറൽ ഓയിൽ, ഇൻസെക്ട് പാർട്സ് ആൻഡ് റോഡൻ എക്സ്ക്രീറ്റ, പിന്നെ വനസ്പതി. ഇതിലേതാണ്? ഇൻസെക്ട് പാർട്ട് ആൻഡ് റോഡൻ എക്സ്ക്രീറ്റ ആണ് നമ്മൾ എന്തായിട്ട് വരിക? ഫിൽത്ത് ആൻഡ് ഫോറിൻ മാറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which type of adulterant includes pesticide residue? Pesticide residue ഇതിൽ ഏതിൻ്റെ അണ്ടറിൽ നമുക്ക് പ്ലേസ് ചെയ്യാം? നമ്മൾ ടൈപ്സ് ഓഫ് കണ്ടാമിനൻറ്റ് അല്ലെങ്കിൽ അഡൾട്ടറൻറ്റിൽ പഠിച്ചതാണ്. അപ്പോൾ ഇതിൽ ഏതിൻ്റെ അണ്ടറിൽ നമുക്ക് പെസ്റ്റിസൈഡ് റെസിഡ്യൂ പ്ലേസ് ചെയ്യാൻ പറ്റും? ഇൻറ്റൻഷണൽ, ഇൻസിഡൻറ്റൽ, മെറ്റാലിക് ആൻഡ് പാക്കിംഗ് ഹസാർഡ്സ്. ഇൻറ്റൻഷണൽ ആണോ, ഇൻസിഡൻറ്റൽ ആണോ, മെറ്റാലിക് ആണോ, പാക്കിങ്ങിലാണോ? പെസ്റ്റിസൈഡ് റെസിഡ്യൂ ഒക്കെ വരുന്ന ഏതിൻ്റെ അണ്ടറിലാണ്? ഇൻസിഡൻറ്റൽ അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം? ആക്സിഡൻറ്റൽ എന്നും പറയാം. ആക്സിഡൻറ്റൽ എന്നും പറയാറുണ്ട് കേട്ടോ. ആക്സിഡൻറ്റൽ അല്ലെങ്കിൽ ഇൻസിഡൻറ്റൽ. ഇൻറ്റൻഷണലിനകത്ത് നമ്മൾ ഈ സാൻഡും
ചോക്ക് പൗഡറും വാട്ടറും ഒക്കെ ആഡ് ചെയ്യുന്നതാണ്. മെറ്റാലിൻ്റെ കണ്ടാമിനൻറ്റിൽ ലെഡും അതേപോലെ ടിന്നും ഒക്കെയാണ് വരുന്നത്. പാക്കിംഗ് ഹസാർഡ്സിനകത്തും ടിൻ വരുന്നുണ്ട്. ടിൻ ഫ്രം ക്യാൻ ഒക്കെ വരുന്നുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following is an example of microbiological contamination? Microbiological contaminationൽ എക്സാമ്പിൾ ആയിട്ടുള്ളത് ഇതിലേതാണ്? Lead from water, sand in sugar, presence of salmonella in ready to eat food and talc in flour. ഇതിലേതാണ് മൈക്രോബയോളജിക്കൽ കണ്ടാമിനൻറ്റ് അല്ലെങ്കിൽ കണ്ടാമിനേഷനിൽ വരുന്നത്? നോക്കിയേ, ലെഡ് ഫ്രം വാട്ടറിൽ മെറ്റാലിക്കിലാണ് വരുന്നത്. ഓക്കെ, സാൻഡ് ഇൻ വാട്ടറിൽ നമ്മൾ എന്തെല്ലാം വരിക? ഇൻറ്റൻഷനലി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരെണ്ണമാണ്. ഓക്കെ, അതേപോലെ അത് പ്രസൻസ് ഓഫ് സാൽമണല്ല ഇറ്റ് ഈസ് എ മൈക്രോ ഓർഗാനിസം. സോ ഇതാണ് എന്തിൽ വരിക? മൈക്രോബയോളജിക്കൽ കണ്ടാമിനേഷനകത്ത് വരുന്നത്. ടോക്കിൻ പൗഡറും നമ്മൾ എന്താണ് ഇൻറ്റൻഷനലി ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരെണ്ണമാണ്. ക്ലിയർ അല്ലേ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കോമൺ ഹെൽത്ത് എഫക്റ്റ് ഓഫ് കൺസ്യൂമിങ് ഫുഡ് അഡൾട്ടറേറ്റഡ് വിത്ത് യൂറിയ കൊണ്ട് അഡൾട്ടറേറ്റ് ചെയ്ത ഫുഡ് കാരണം നമുക്കുണ്ടാവുന്ന കോമൺ ഹെൽത്ത് എഫക്റ്റ്. ഓക്കെ, യൂറിയ മിൽക്കിലാണ് ആഡ് ചെയ്യുന്നത്. യൂറിയ എവിടെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക? മിൽക്കിലാണ് കോമൺ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ കോസ് എന്താണ്? ഒബിസിറ്റി, ട്യൂമർ, സ്റ്റൊമക് ഡിസോർഡർ, ഹാർട്ട് പ്രോബ്ലംസ്. ഏതാണ്? ഹാർട്ട് പ്രോബ്ലംസ് ആണ് കേട്ടോ. ഹാർട്ട് പ്രോബ്ലംസ് ആണ്. സോ ഒബിസിറ്റി കോസ് ചെയ്യുന്നത് ഹണി, ട്യൂമർ കോസ് ചെയ്യുന്നത് നമ്മൾ ഡൈസ് യൂസ് ചെയ്യുന്ന സമയത്ത്, പിന്നെ സ്റ്റൊമക് ഡിസോർഡേഴ്സ് നമ്മൾ നേരത്തെ കണ്ടു, അതായത് ടമറിൻ സീഡ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൊമക് ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. ഹാർട്ട് പ്രോബ്ലംസ് ആണ് യൂറിയ വഴി നമുക്ക് കോസ് ചെയ്യുന്നത് കേട്ടോ. ഹാർട്ട് പ്രോബ്ലംസ് ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റാലിക് കണ്ടാമിനൻറ്റ്? മെറ്റാലിക് കണ്ടാമിനൻറ്റിന് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. സാൻഡ് ഇൻ ഷുഗർ, പെസ്റ്റിസൈഡ് റെസിഡ്യൂ, ലെഡ് ഫ്രം വാട്ടർ, മിനറൽ ഓയിൽ. ഇതിലേതാണ് മെറ്റാലിക് കണ്ടാമിനൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്? ലെഡ് ഫ്രം വാട്ടർ ആണ്. അതേപോലെ അടുത്തൊരു മെറ്റാലിക് കണ്ടാമിനൻറ്റിൻ്റെ എക്സാമ്പിൾ പറയാം. ടിൻ ഫ്രം ക്യാൻ. പിന്നെ ഏതാണ്? ആർസനിക് ഫ്രം പെസ്റ്റിസൈഡ്സ്. ഓക്കെ, ഇതെല്ലാം എന്തിൻ്റെ അണ്ടറിൽ വരും? മെറ്റാലിക് കണ്ടാമിനൻറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ അത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പാക്കിംഗ് ഹസാർഡ്സ്? പാക്കിംഗ് ഹസാർഡ്സിന് എക്സാമ്പിൾ ഈസി വൺ ആണ് അല്ലേ? മെറ്റാലിൻ യെല്ലോ ഇൻ ടർമറിക്, ടാൽക് ഇൻ ഫ്ലോർ, ടിൻ ഫ്രം ക്യാൻസ് ആൻഡ് സാൻഡ് ഇൻ ഷുഗർ. ഇതിലേതാണ് പാക്കിംഗ് ഹസാർഡ്സിൽ വരുന്നത്? ഇറ്റ് ഈസ് ടിൻ ഫ്രം ക്യാൻസ് ആണ്. ടിൻ ഫ്രം ക്യാൻസ് നമ്മൾ മെറ്റാലിക് കണ്ടാമിനൻറ്റിലും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. മെറ്റാലിക് കണ്ടാമിനൻറ്റിലും നമ്മൾ ഇൻക്ലൂഡഡ് ആണ്, അല്ലെങ്കിൽ മെറ്റാലിക് അഡൾട്ടറൻറ്റിനകത്തും ഇൻക്ലൂഡഡ് ആണ് ഈ ടിൻ ഫ്രം ക്യാൻസ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വെച്ചേക്കണം. പാക്കിംഗ് ഹസാർഡ്സിൽ മെറ്റാലിക് കണ്ടാമിനൻറ്റിനകത്തും ഈ ടിൻ ഫ്രം ക്യാൻസ് വരുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹെൽത്ത് എഫക്റ്റ് ഓഫ് കൺസ്യൂമിങ് ചില്ലി പൗഡർ അഡൾട്ടറേറ്റഡ് വിത്ത് റെഡ് ബ്രിക്ക് കളർ? റെഡ് ബ്രിക്ക് കളർ യൂസ് ചെയ്ത് ചില്ലി പൗഡറിനെ അഡൾട്ടർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഹെൽത്ത് എഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലിവർ ഇൻഫെക്ഷൻ, ഹാർട്ട് പ്രോബ്ലം, സ്റ്റൊമക് ഡിസോർഡർ ആൻഡ് ട്യൂമർ. ലിവർ ഇൻഫെക്ഷൻ, ഹാർട്ട് പ്രോബ്ലം, സ്റ്റൊമക് ഡിസോർഡേഴ്സ് ആൻഡ് ട്യൂമർ. ഇതിലേതായിരിക്കും? റെഡ് ബ്രിക്ക് കളറാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് സ്റ്റൊമക് ഡിസോർഡർ. സുഡാൻ റെഡ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെഴുതാം? ട്യൂമറും എഴുതാം. ഇപ്പം ട്യൂമർ ആൻഡ് ക്യാൻസർ എന്ന് വരുവാണെങ്കിൽ സുഡാൻ റെഡ് വന്നു കഴിഞ്ഞാൽ അതാണ് കൊടുക്കേണ്ടത്. അപ്പം റെഡ് ബ്രിക്ക് കളറും അതേപോലെ സുഡാൻ റെഡും വെച്ചിട്ടാണ് നമ്മൾ ചില്ലി പൗഡറിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ കിട്ടി? ചില്ലി പൗഡറിൻ്റെ കണ്ടാമിനേഷനിൽ റെഡ് ബ്രിക്ക് കളർ അല്ലെങ്കിൽ ബ്രിക്ക് പൗഡർ വരുന്നുണ്ട്, പ്ലസ് സുഡാൻ റെഡും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് സ്റ്റൊമക് ഡിസോർഡർ ആണ് റെഡ് ബ്രിക്ക് പൗഡറിൻ്റെ. സുഡാൻ്റെ എന്താണ്? ഇറ്റ് ഈസ് കാർസിനോജനിക് ആണ്. ഇറ്റ് ക്യാൻ കോസ് ട്യൂമർ ആൻഡ് ലീഡ്സ് ടു ക്യാൻസറും ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ അഡൾട്ടറൻറ്റ് ഫൗണ്ട് ഇൻ സ്വീറ്റ്സ് ദാറ്റ് കോസ് ക്യാൻസർ? ക്യാൻസർ കോസ് ചെയ്യുന്ന ഒരു അഡൾട്ടറൻറ്റ് ഫൗണ്ട് ഇൻ സ്വീറ്റ്സ് ഏതാണ്? സുഡാൻ റെഡ്, മെറ്റാലിൻ യെല്ലോ, യൂറിയ ആൻഡ് ചോക്ക് പൗഡർ. ഇതിലേതാണ്? ഈസി. സ്വീറ്റ്സിൽ വരുന്ന ഏതാണ്? മെറ്റാലിൻ യെല്ലോ ആണ്. മെറ്റാലിൻ യെല്ലോ ആണ് അതിനെ ക്യാൻസർ കോസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡൾട്ടറൻറ്റും. ഓക്കെ, സുഡാൻ റെഡും വരുന്നുണ്ട്. ബട്ട് സ്വീറ്റ്സിൽ കൂടുതലും നമ്മൾ ഈ മെറ്റാലിൻ യെല്ലോസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാറ്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ മിൽക്ക് ബി അഡൾട്ടറേറ്റഡ്? മിൽക്കിനെ നമുക്ക് എങ്ങനെ അഡൾട്ടർ ചെയ്യാം? വിത്ത് മെറ്റാലിനല്ലോ, വിത്ത് സ്റ്റാർച്ച് ആൻഡ് യൂറിയ, വിത്ത് റെഡ് ബ്രിക്ക് പൗഡർ, വിത്ത് വനസ്പതി. ഇതിലേതാണ്? മിൽക്കാണ്, വൈറ്റ് കളർ വേണം. സോ മെറ്റാലിനല്ലോ പറ്റില്ല, റെഡ് ബ്രിക്ക് കളർ പൗഡർ പറ്റില്ല, വനസ്പതി നമ്മൾ ഗീയിലാണ് ആഡ് ചെയ്യുക. പിന്നെ ഏതാണ്? സ്റ്റാർച്ച് ആൻഡ് യൂറിയ ആണ്. അപ്പം സ്റ്റാർച്ച് ആൻഡ് യൂറിയ യൂസ് ചെയ്തിട്ടാണ് മിൽക്കിനെ നമ്മൾ അഡൾട്ടറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ എന്തൊക്കെ വരുന്നുണ്ട്? ഹൈഡ്രോജൻ പെറോക്സൈഡ് വരുന്നുണ്ട്, ഫോമാലിൻ വരുന്നുണ്ട്, പിന്നെ ഇമ്പോർട്ടൻറ്റ് വൺ വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? ഇത് ടർമറിൻ പൗഡറിലാണ്, ഗീയിലാണ് നമ്മൾ വനസ്പതി കൊടുക്കുക. ഇത് നമ്മൾ ചില്ലി പൗഡറിലാണ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഹെൽത്ത് എഫക്ട്സ് ഓഫ് കൺസ്യൂമിങ് ടീ പൗഡർ അഡൾട്ടറേറ്റഡ് വിത്ത് ടമറിൻ സീഡ്? ടമറിൻ സീഡ്സ് വെച്ചിട്ട് അഡൾട്ടറേറ്റ് ചെയ്തിട്ടുള്ള ടീ പൗഡർ അല്ലെങ്കിൽ കോഫി ബീൻസ് ഇങ്ങനെയും വരാം കേട്ടോ. അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂ ഈസി ആണല്ലേ. പുളിയുടെ കുരു നമുക്ക് കഴിച്ചാൽ എന്ത് സംഭവിക്കും? ഓർത്താൽ മതി. ഒബസിറ്റി, ട്യൂമർ, സ്റ്റൊമക് ഡിസോർഡേഴ്സ് ആൻഡ് ഡയബറ്റീസ്. മെയിനായിട്ടും പുളിയുടെ കുരുവൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ വയറുവേദന, വയറിളക്കം അങ്ങനത്തെ സാധനങ്ങളാണ് കോസ് ചെയ്യുക. സ്റ്റൊമക് ഡിസോർഡേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പോസിബിൾ ഹെൽത്ത് എഫക്ട്സ് ഓഫ് കൺസ്യൂമിങ് ഫുഡ് അഡൾട്ടറേറ്റഡ് വിത്ത് പപ്പായ സീഡ്സ്? പപ്പായ സീഡ്സ് നമ്മൾ എന്തിനാണ്? പപ്പായ സീഡ്സ് മെയിനായിട്ട് നമ്മൾ ബ്ലാക്ക് പെപ്പറിന് പകരമായിട്ട് ആഡ് ചെയ്യും. ബ്ലാക്ക് പെപ്പറിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഈ പപ്പായ സീഡ്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഒരു പോസിബിൾ ഹെൽത്ത് എഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹാർട്ട് പ്രോബ്ലം, സ്റ്റൊമക്ക് ആൻഡ് സ്കിൻ ഇറിറ്റേഷൻ, ട്യൂമർ ആൻഡ് ഒബിസിറ്റി. ഏതാണ്? പപ്പായ സീഡും ഇതേപോലെ വയറിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. സോ സ്റ്റൊമക്ക് ആൻഡ് സ്കിൻ ഇറിറ്റേഷൻ ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? സ്റ്റൊമക്ക് ആൻഡ് സ്കിൻ ഇറിറ്റേഷൻ ആണ് പപ്പായ സീഡ്സ് കോസ് ചെയ്യുക. പപ്പായ സീഡ്സ് എവിടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ബ്ലാക്ക് പെപ്പേഴ്സിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഏതാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക. കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ? ഇവിടെ ഇൻകറക്റ്റ് എന്നാണ്. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫുഡ് അഡൾട്ടറൻസ് ആർ സബ്സ്റ്റൻസസ് ആഡഡ് ടു ഫുഡ് ഐറ്റം ഫോർ ഹെൽത്ത് ബെനഫിറ്റ്സ്. ഹെൽത്ത് ബെനഫിറ്റ്സിന് വേണ്ടി ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Intentional adulterant are purposefully added to food to make it heavier and more profitable. ഹെവിയർ ആക്കാനും മോർ പ്രോഫിറ്റബിൾ ആക്കാനുമാണ് ഇൻറ്റൻഷനലി ആഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസിഡൻ്റൽ അഡൾട്ടറൻറ്റ് ഒക്കേഴ്സ് വെൻ ഹാൻഡ്ലിംഗ് ഫുഡ് കെയർലെസ്ലി. ഫുഡിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് ഇൻസിഡൻറ്റിൽ ഉണ്ടാവുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്, ഇൻകറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻറ്റൻഷണൽ അഡൾട്ടറൻ്റ് ആഡ് ചെയ്യുന്ന എന്തിനാണ്? പ്രോഫിറ്റിന് വേണ്ടിയും അതേപോലെ ഹെവിയർ ആക്കാനും വേണ്ടിയാണ്. അപ്പോൾ അത് കറക്റ്റാണ്. ഇൻസിഡൻ്റൽ എന്ന് പറയുന്നത് കെയർലെസ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ റോങ് ആയിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആകെ ഫസ്റ്റ് വൺ മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ഓൺലി വൺ. അതെന്താണ്? ഫുഡ് അഡൾട്ടറൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് ബെനിഫിറ്റ്സ് അല്ല, ഹെൽത്ത് ഇഷ്യൂസ് ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റ് ആണ്. ഇവിടെ ഏതാണ്? കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെറ്റാലിക് കണ്ടാമിനന്റ് ഇൻ ഫുഡ് കനോട്ട് ഒക്കർ ആക്സിഡൻ്റലി. ആക്സിഡൻ്റലായിട്ട് ഒക്കർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, പാക്കിംഗ് മെറ്റീരിയൽ ക്യാൻ അഫക്റ്റ് ആൻഡ് കമ്പൈൻ വിത്ത് ഫുഡ് ഇൻഗ്രീഡിയൻറ്റ് പോസിങ് പാക്കിംഗ് ഹസാർഡ്സ്. പാക്കിംഗ് മെറ്റീരിയൽ നമ്മൾ എന്താണ്? ഫുഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പാക്കിംഗ് ഹസാർഡ്സ് കോസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോപ്പിംഗ് ഓഫ് റോഡൻസ് ഈസ് കൺസിഡർ ടു ബി ആൻ ഇൻറ്റൻഷണൽ അഡൾട്ടറേഷൻ. ഇൻറ്റൻഷണൽ അഡൾട്ടറേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോറി, ഇൻസിഡൻ്റൽ ആണ്, ഇൻസിഡൻ്റൽ. ഓക്കെ, ഇതിലേതായിരിക്കും വരിക? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതാണ്? അല്ലെങ്കിൽ ഇൻറ്റൻഷണൽ തന്നെ നമുക്ക് ഇട്ടേക്കാം. ഇൻറ്റൻഷണൽ. ഓക്കെ, ഇൻറ്റൻഷണൽ അഡൾട്ടറൻ്റ് ആയിട്ടാണ് ഡ്രോപ്പിംഗ് ഓഫ് റോട്ടൻസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഇതിലേതാണ്? ആകെ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പാക്കിംഗ് മെറ്റീരിയൽസ് എന്ത് പറ്റും? ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് പാക്കിംഗ് ഹസാർഡ്സ് ആയിട്ട് മാറാറുണ്ട്. സോ ഓൺലി 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഫിൽത്ത് ആൻഡ് ഫോറിൻ മാറ്റർ ഇൻ ഫുഡ് ഇൻക്ലൂഡ് ഒബ്ജക്ഷണൽ
substance like glass, metal and insect parts. The presence of pathogen in food does not render it adulterated. Does not എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Ready to eat food contaminated with pathogens like salmonella are considered adulterated. അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഫിൽറ്റ് ആൻഡ് ഫോറിൻ മാറ്റേഴ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആണ്? ഗ്ലാസ്, മെറ്റൽസ്, ഇൻസെക്ട്സ്, അതിൻ്റെ പാർട്സ്, ഡെത്ത് ആയിട്ടുള്ള ഇൻസെക്ട്സ്, ഇതെല്ലാം എന്തിനകത്ത് വരുന്നുണ്ട്? ഈ ഫിൽറ്റ് ആൻഡ് ഫോറിൻ മാറ്റേഴ്സിൽ വരുന്നുണ്ട്. അത് കറക്റ്റാണ്. ഇനി റെഡി ടു ഈറ്റ് ഫുഡിനകത്ത് സാൽമണല്ല വരുന്നുണ്ട്. അത് നമ്മൾ അഡൾട്ടറേറ്റഡ് ആയിട്ട് കൺസിഡറും ചെയ്യാറുണ്ട്. ഇത് നോക്കിക്കേ, പ്രസൻസ് ഓഫ് പാത്തജൻസ് നമ്മൾ അഡൾട്ടറേറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? റോങ് ആണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1 and 3 ആണ് കേട്ടോ. 1 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 1 and 3. ഓക്കെ, 1 and 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫിൽത്ത് വരുന്നത് ഗ്ലാസ്, മെറ്റൽ, ഇൻസെക്ട് പാർട്ടാണ്. ഇനി റെഡി ടു ഈറ്റ് ഫുഡ് കണ്ടാമിനേറ്റഡ് വിത്ത് പാത്തജൻസിനെ നമ്മൾ അഡൾട്ടറേറ്റഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1 and 3 ആണ്. സോ 1 and 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് or are correct? Milk can be adulterated with starch, chalk, urea, caustic soda, hydrogen peroxide. Adulterated sugar and salt can cause stomach disorders. Methyl yellow in turmeric powder can lead to tumor and cancer. ഇതിൽ ഏതാണ്? ഈ പറഞ്ഞ ഈ 3 എണ്ണം കറക്റ്റ് ആണല്ലേ. അഡൾട്ടറേറ്റഡ് ഷുഗർ ആൻഡ് സോൾട്ട് സ്റ്റൊമക് ഡിസോർഡേഴ്സ് കോസ് ചെയ്യും. മിൽക്കിനെ നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് കണ്ടാമിനേറ്റ് ചെയ്യാം. മെറ്റാലിൻ യെല്ലോ വന്നു കഴിഞ്ഞാൽ ട്യൂമർ ആൻഡ് ക്യാൻസർ കോസ് ചെയ്യും. സോ ഓൾ ആർ കറക്റ്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ട് വരുന്നത് ഇതിൽ ഏതാണ്? നോക്കിയേ, അഡൾട്ടറേറ്റഡ് ടീ പൗഡർ ഓർ കോഫി only causes minor health issues. Chili powder adulterated with soda and red dye can be carcinogenic. Sweet adulterated with methyl yellow can cause tumor and cancer. ഇതിൽ ഏതാണ് വരിക? ഇതിൽ അഡൾട്ടറേറ്റഡ് ടീ പൗഡർ ഓർ കോഫി only cause minor health എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചില്ലി പൗഡർ നമുക്ക് കാർസിനോജനിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മെറ്റാലിൻ യെല്ലോ ട്യൂമർ ആൻഡ് ക്യാൻസർ കോസ് ചെയ്യും. അപ്പം ഇതെല്ലാം, ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിൽ നമുക്ക് ലിവർ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നുണ്ട്. സോ അതൊരു മൈനർ ഇഷ്യൂ ആണോ? ലിവർ ഇൻഫെക്ഷൻ കോസ് ചെയ്യുക എന്നുള്ളത് മൈനർ ഇഷ്യൂസ് അല്ല. സോ അതുകൊണ്ട് തന്നെ ഓൺലി 1 മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ലിവർ ഇൻഫെക്ഷൻസ് ആണ് മെയിനായിട്ടും ഈ അഡൾട്ടറേഷൻ കോസ് ചെയ്യുന്നത്, അതായത് ടീ പൗഡർ ആൻഡ് കോഫി പൗഡർ കൊണ്ട് ഉണ്ടാവുന്നത്. സോ അത് മൈനർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒഴിച്ച് ബാക്കിയെല്ലാം എന്താണ്? കറക്റ്റാണ്. ക്ലിയർ? അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? അഡൾട്ടറേഷൻ എന്താണെന്ന് പഠിച്ചു, അഡൾട്ടറൻറ്റ് എന്താണെന്ന് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡൾട്ടറൻറ്റ് നമ്മൾ നോക്കി അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡൾട്ടറൻറ്റ്, ഓരോ ഫുഡിനകത്തും കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡൾട്ടറൻറ്റ് നോക്കി. ആൻഡ് അവർ നമുക്ക് കോസ് ചെയ്യുന്ന ഹെൽത്ത് ഇഷ്യൂസും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ആ ഒരു ടേബിളില്ലേ, ഏത് ഫുഡ് അതിനകത്ത് കോസ് ചെയ്യുന്ന അഡൾട്ടറൻറ്റ് അല്ലെങ്കിൽ അതിനകത്തുള്ള അഡൾട്ടറൻറ്റ് അത് കോസ് ചെയ്യുന്ന ഹെൽത്ത് ഇഷ്യൂസ്, ആ ഒരു ടേബിളാണ് നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ നന്നായിട്ട് പഠിക്കേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ട ഏതാണ്? ഓരോ ടൈപ്പ് ഓഫ് അഡൾട്ടറൻറ്റ്, ആ ടൈപ്പ് ഓഫ് അഡൾട്ടറൻറ്റ് പ്ലസ് അതിൻ്റെ എക്സാമ്പിൾസ്, അതായത് അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചില്ലെങ്കിലും സാരമൊന്നുമില്ല, ബട്ട് അതിൻ്റെ എക്സാമ്പിൾസ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. അതായത് ഇപ്പം ഇൻസിഡൻ്റലിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഇൻറ്റൻഷണലിൽ എന്തൊക്കെ വരുന്നുണ്ട്, ആ എക്സാമ്പിൾസ് നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. അതാണ് നിങ്ങൾ രണ്ടാമത് ഇതിനകത്ത് പഠിക്കേണ്ടത്. പിന്നെ അടുത്തത് പഠിക്കേണ്ടതാണ് ഇതിൻ്റെ ഡെഫിനിഷൻസ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. നന്നായിരിക്കുക, അതായത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യം പഠിക്കുക, പിന്നെ ലീസ്റ്റിലേക്ക് വരിക. അപ്പോൾ ആദ്യം ആ ടേബിൾ പഠിക്കുക, രണ്ടാമത് എക്സാമ്പിൾസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡൾട്ടറൻറ്റ് പഠിക്കുക, മൂന്നാമതായിട്ട് അതിൻ്റെ ഡെഫിനിഷൻസ് പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞ പോലെ അത്ര എപ്പോഴും ചോദിക്കുന്ന ഒരു സെക്ഷൻ അല്ല, ബട്ട് നമുക്ക് ഈ ചേഞ്ച് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നും എന്ത് ചോദിച്ചാലും നമ്മൾ ആൻസർ ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളങ്ങ് പഠിച്ചേക്കാം. ഓക്കെ, നമ്മളില്ല പൂച്ച വീണാലും 4 കാലി വീഴും എന്ന് പറയുന്ന പോലെ നമ്മളിവിടെ പഠിച്ച എല്ലാവർക്കും എന്ത് പറ്റും, ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റണം. സോ അതുകൊണ്ട് നമ്മൾ ഒരു ടോപ്പിക്കും വിട്ടു കളയുന്നില്ല. അതായത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അതിൽ നിന്ന് ചോദിക്കില്ല എന്ന് കരുതി നമ്മൾ ഒന്നും വിട്ട് കളയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതും
പഠിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഇതിൽ ആ ടേബിളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം തന്നെ ഇത് പഠിച്ചങ്ങ് പോവുക. ഒരു വട്ടം കേട്ട് ക്ലിയർ ആയി പോയെങ്കിൽ ചിലർക്ക് പെട്ടെന്ന് കിട്ടും. അല്ല, ഒന്നും കൂടെ ഒന്ന് കേട്ട് നന്നായിട്ട് ഇപ്പം തന്നെ ഇതങ്ങ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് ടൈം വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ തന്നെ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ടോപ്പിക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഉള്ളിലേക്ക് പോയിട്ടുണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ നന്നായിട്ട് ഈ ഒരു ടോപ്പിക്ക് പഠിച്ചേക്കുക. ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു സെക്ഷൻ തന്നെയാണ്. ഇനി നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു എവരിവൺ.